Let's first surrender ourselves to Almighty through a soulful prayer dance performance. May this offer the great devotion and rhythm invites God present among us. വെരി റെവറൻഡ് ഫാദർ, നമ്മളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ആത്മീയ പിതാവ് മാർ മാത്യു അറക്കൽ ഞാൻ ഈ സ്റ്റേജിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കൂടെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായി കണ്ടുവരുന്ന റെവറൻഡ് ഡോക്ടർ ഫാദർ ഇമ്മാനുവേൽ കിഴക്കിത്തലക്കൽ MCBS, ഒപ്പം വെരി റെവറൻഡ് ഫാദർ അഗസ്റ്റിൻ പാൽക്കാട്ടെ സുപ്പീരിയർ ജനറൽ MCBS, റെവറൻഡ് ഫാദർ അബ്രഹാം കൊച്ചുപുരയിൽ പ്രൊവിൻഷ്യൽ ജനറൽ കോട്ടയം, റെവറൻഡ് ഫാദർ മാത്യു തെക്കേമുറിയിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ കോഴിക്കോട്, റെവറൻഡ് ഫാദർ സൈമൺ ചിറമേൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എറണാകുളം, ഒപ്പം തന്നെ മിസ്റ്റർ ടോണി തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതോടൊപ്പം മിസ്റ്റർ ജോയി വെട്ടിക്കുഴി ജനപ്രതിനിധി, ഒപ്പം തന്നെ നമ്മുടെ സ്കൂളിന്റെ PTA അംഗമായിട്ടുള്ള
PTA പ്രസിഡന്റ് അഭിലാഷ് മാത്യു ഓഫ് സൈൻ പബ്ലിക് സ്കൂൾ സ്വരാജ്. ഏവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സിൽവർ ജൂബിലിയുടെയും അതുപോലെ സന്യാസ വ്രതവാഗ്ദാനത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന എമ്മാനുസിൻ്റെയും പേരിൽ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊടുക്കും. പ്രിയ ബഹുമാനപ്പെട്ട എബ്രാഹിം കൊച്ചുപുരയിൽ MCBS എമ്മാവൂസ് പ്രൊവിൻഷ്യൽ ഇന്നേ ദിവസം ഇവിടെ അനുഗ്രഹീത പ്രഭാഷണം നടത്തുവാനായിട്ടും ഞങ്ങളെ ബ്ലെസ് ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട മാത്യു അറക്കിൽ പിതാവ്, ഞങ്ങളുടെ സഭയുടെ പെരിയ ബഹുമാനപ്പെട്ട ജനറൽ അച്ഛൻ വേറെ റവറൻ ഫാദർ അഗസ്റ്റിൻ പായിക്കാട്ട്, ഞങ്ങളുടെ സന്തോഷത്തെ കൂടുതൽ ഉജ്ജീവിപ്പിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ 2 പ്രൊഫഷണൽമാരായ മാത്യു തെക്കേമുറി അച്ഛൻ MCBS സൈൻ പ്രൊവിൻസ്, റവറൻ ഫാദർ സൈമൺ ചെറമേൽ പ്രൊവിൻഷ്യൽ പരമപ്രസാദ പ്രൊവിൻസ്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഒന്നായിരിക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് മിസ്റ്റർ അഭിലാഷ് മാത്യു, ഇലക്ഷനിലൂടെ പുതിയ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട മിസ്റ്റർ ജോയ് വെട്ടിക്കൊഴിക്കാലി, മിസ്റ്റർ ടോണി മാത്യു, സ്നേഹം നിറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ എമ്മാനുവൽസിൻ്റെ വീട്ടിൽ നിന്ന് വന്ന സഹോദരന്മാർ, ജോസി ഏട്ടൻ, ജെയിംസി ഏട്ടൻ, റോയ് ചേട്ടൻ, സിസ്റ്റർ സെലി, പിന്നെ സ്വന്തപ്പെട്ട ഒത്തിരി ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും, അതുപോലെ തന്നെ ഈ സ്കൂളിലെ അധ്യാപകർ, കുട്ടികൾ, സ്നേഹം നിറഞ്ഞ പള്ളി ഇടവക ജനങ്ങൾ, എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ടാകാം, ആദാമിൻ്റെ മകൻ അബു എന്നുള്ള കഥ. നമുക്കറിയാം, അബു ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു. അപ്പോഴൊരിക്കൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മാലാഖയുടെ കയ്യിൽ ഒരു കൊച്ചു പുസ്തകമുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊച്ചു പുസ്തകം കണ്ടപ്പോൾ ഈ അബു മാലാഖയോട് ചോദിക്കും, മാലാഖ എന്താണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ മാലാഖ പറയും, ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ പേരുകളാണ് ഈ കൊച്ചു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ അബു ആകാംക്ഷയോടെ ചോദിക്കും, എൻ്റെ പേര് ഈ പുസ്തകത്തിൽ ഉണ്ടോ എന്ന്. അപ്പോൾ മാലാഖ പുസ്തകം മറിച്ച് നോക്കിയിട്ട് പറയും, ഈ പുസ്തകത്തിൽ നിൻ്റെ പേരില്ല എന്ന്. അപ്പോൾ അബുവിന് ഒത്തിരി വിഷമമാകും, കാരണം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എൻ്റെ പേര് മാത്രം ഈ പുസ്തകത്തിലില്ലല്ലോ എന്ന്. അപ്പോൾ മാലാഖ അബുവിനോട് പറയും, അബു നീ വിഷമിക്കേണ്ട, ദൈവത്തിൻ്റെ കയ്യിൽ വേറൊരു പുസ്തകമുണ്ട്, ഞാൻ ഇന്ന് രാത്രി അതൊന്ന് പരിശോധിച്ചതിന് ശേഷം നാളെ വന്ന് നിന്നോട് മറുപടി പറയാമെന്ന്. അപ്പോൾ അബു സമ്മതിച്ചു. മാലാഖ തിരിച്ചുപോയി. പിറ്റേ ദിവസം രാത്രിയിൽ അബുവിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മാലാഖയോട് അബു ചോദിച്ചു, മാലാഖെ എൻ്റെ പേരുണ്ടോ എന്ന് പരിശോധിച്ചോ എന്ന്. അപ്പോൾ ഈ മാലാഖ പറയും, ദൈവത്തിൻ്റെ പുസ്തകത്തിലെ 1ാമത്തെ പേര് നിൻ്റേതാ അബു എന്ന്. അബുവിന് വളരെ സന്തോഷമായി തീരും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും സയൻസ് സ്കൂളിനെ പറ്റിയും പെരിയോൻ കവലയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ 1ാമത്തെ പേരായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റുന്നത് നമ്മുടെ സ്നേഹം നിറഞ്ഞ എമ്മാനുവൽ കിഴക്കേത്തരക്കൽ അച്ഛനാണ്. നമുക്കറിയാം, 2000-ൽ അച്ഛൻ ഇവിടെ എത്തിച്ചേരുകയും അന്ന് ബഹുമാനപ്പെട്ട അറക്കൽ പിതാവ് അച്ഛനെ ഈ സ്വരാജ് എന്ന ചെറിയൊരു പ്രദേശം ഏൽപ്പിച്ചു കൊടുക്കുകയും ഈ പ്രദേശത്തിൻ്റെ നാനാവിധമായ വളർച്ചയ്ക്ക് അടിസ്ഥാനമായ ഒരു ദേവാലയം ഇവിടെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ ഉന്നമനത്തിനായിട്ട് സയൻ പബ്ലിക് സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്ത നമ്മുടെ സ്ഥാപക പിതാവായ
വെരി റെവറൻഡ് ഡോക്ടർ എമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ അച്ഛൻ്റെ ഗോൾഡൻ ജൂബിലി നമ്മളിവിടെ ആഘോഷിക്കുകയും അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നതും. ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ പലരോടും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ മെയിൻ റോഡ് ഇന്ന് ഹൈവേ ആണ്. അതിനു മുമ്പ് ഇവിടെ 2 കുന്നുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആളുകൾ ആരും ഇവിടെ ഇറങ്ങുവാനായിട്ട് ധൈര്യപ്പെട്ടിരുന്നില്ല. കാരണം അത്രമാത്രമുള്ള അക്രമ സംഭവങ്ങളായിരുന്നു ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായിരുന്നത്. അതിനെല്ലാം മാറ്റിമറിക്കുവാനായിട്ട് ആർക്കിപിതാവിൻ്റെ നിർദ്ദേശാനുസരണം തിരുസഭയിലൂടെ കിട്ടിയ കൃപാവരമനുസരിച്ച് എമ്മാനുവച്ചനെ ഭരമേൽപ്പിക്കുകയും ഈ പെരിയോൻകവലയിൽ വരികയും ഈ സ്വരാജ് എന്നത് പട്ടണത്തെ മാറ്റിമറിക്കുന്ന അവസ്ഥയിലേക്ക് അച്ഛൻ്റെ 25 വർഷത്തെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുകയും ചെയ്തു. അതിനാൽ നമ്മളിന്ന് ഈ സ്കൂളിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോഴും എമ്മാനുവൽച്ചൻ്റെ സന്യാസ വ്രത നവീകരണത്തിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുമ്പോഴും ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. അതിനാൽ സ്നേഹം നിറഞ്ഞ എമ്മാനുവൽച്ചന് ഗോൾഡൻ ജൂബിലിയുടെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടു കൂടി നേരുകയും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ജൂബിലിയുടെ ആഘോഷത്തിൽ പങ്കുചേരാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമുകളിലേക്ക് സാദരം ക്ഷണിക്കുകയും ചെയ്യുന്നു. ഒത്തിരി ദീർഘിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രോൺഷാളച്ചൻ കൊച്ചുപുരേച്ചനെയാണ്. കാരണം ഈ പരിപാടി ഞങ്ങൾ ആഗസ്റ്റിൽ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അന്നത്തേക്കാളും കുറച്ചുകൂടെ മനോഹരമായിട്ട് ഡിസംബർ മാസത്തിൽ നടത്താമെന്നുള്ള ആനുവലിനോട് ചേർന്ന് ഇതിനൊരു തിലകക്കുറിയാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ 17-ാം തീയതിയിലേക്ക് ഇത് മാറ്റുകയും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് അച്ഛൻ അന്ന് തുടങ്ങി എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകുകയും ഇന്നേ ദിവസം ഈ വേദിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഒത്തിരി തിരക്കുകളുണ്ട് എന്ന് നമുക്കറിയാം പ്രോൺഷാളച്ചന്. പക്ഷേ ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കൃത്യം രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളിലെല്ലാം വേണ്ട ശ്രദ്ധ ചെലുത്തുകയും ഈ പൊതുയോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്യുന്ന സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ പ്രോൺഷാളച്ചൻ എബ്രാഹിം കൊച്ചുപുരേച്ചനെ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥലത്തേക്ക് എമ്മാനുവച്ചനെ വിട്ട നമ്മുടെ ആത്മീയ പിതാവ് മാത്യു അരക്കിൽ പിതാവിനെയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പഴയ ഒരു ബോർഡ് ഇവിടെ പുറകിലിരിക്കുന്നുണ്ട്. ആ ബോർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 2001 നമ്മുടെ സയൻസ് സ്കൂൾ ആരംഭിച്ചു. 2001 നമ്മുടെ ജോയിച്ചൻ്റെ പേര് അതിന് താഴെയായിട്ടുണ്ട്. 3-ാമതായിട്ട് ന്യൂ ബ്ലോക്ക് ഇനാഗുറേഷൻ ചെയ്ത ആളുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ ന്യൂ ബ്ലോക്ക് അന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് നമ്മുടെ ആത്മീയ പിതാവായ മാത്യു അരക്കിൽ പിതാവായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വേദിയിൽ ഇവിടെ നമുക്ക് ആത്മീയമായ സന്ദേശം നൽകുവാനും ജൂബിലിയുടെ മംഗളങ്ങൾ നേരുവാനുമായിട്ട് അരക്കിൽ പിതാവ് ഇങ്ങോട്ട് കടന്നു വരികയും ഈ വേദിയെ അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ പിതാവ് ഇതിൻ്റെ നേതൃത്വത്തിൽ എമ്മാനുവച്ചന് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നൽകി ഈ സ്കൂളിനെ വഴി നടത്തുന്നതിൽ ഒരു മുഖ്യ പങ്കുവഹിക്കുകയുണ്ടായി. ഇന്ന് ഈ പൊതുയോഗത്തിലേക്കും ആരോഗ്യപരമായ കുറച്ച് ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കടന്നു വരുവാനായിട്ട് പിതാവ് സന്മനസ്സനായി. അതിനാൽ ഈ ജൂബിലിയുടെ ഈ പൊതുയോഗത്തിലേക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് മാത്യു അരക്കിൽ പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ജനറാളച്ചൻ അഗസ്റ്റിൻ പായിക്കാട്ടച്ഛനെയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഏതെങ്കിലുമൊക്കെ ചെറിയ വിശേഷങ്ങളുണ്ടെങ്കിൽ തന്നെയും എമ്മാനുവച്ചനെ സന്ദർശിക്കുവാനായിട്ട് ഇവിടെ വരികയും അഭിപ്രായങ്ങളും ഈ സ്കൂൾ എങ്ങനെ പോകുന്നുവെന്ന് ഒത്തിരി സ്നേഹത്തോടു കൂടി അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. നമുക്കറിയാം പുല്ലുമേട് അച്ഛൻ്റെ പട്ടമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ആ സമയത്ത് ജനറാളച്ചൻ അവിടെ സന്നിഹിതനായിരുന്നു. തിരക്കേറിയ ആ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പെരിയ ബഹുമാനപ്പെട്ട ജനറാളച്ചൻ ഈ സ്കൂളിലെ സന്ദർശിക്കുകയും ഇതിനു വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പോയത്. അത് ഞങ്ങളോടുള്ള അച്ഛൻ്റെ ഏറ്റവും വലിയ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്.
സ്നേഹം നിറഞ്ഞ പ്രിയ ബഹുമാനപ്പെട്ട ജനറാളച്ചൻ ഞങ്ങൾ ഈ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ പ്രൊഫഷണലച്ചൻ സൈമൺ ചെറുമേലച്ചനെയാണ്. സൈമൺ ചെറുമേലച്ചൻ ഇന്ന് കാലടിയിൽ പരമപ്രസാദ പ്രൊവിൻസിൻ്റെ പ്രൊഫഷണലായിട്ട് ആയിരിക്കുന്നു. ഈ അവസരത്തിൽ ഞങ്ങൾ സൈമണച്ചനെ പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് വിളിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം നമ്മുടെ എമ്മാനുവൽസിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ ഒരു സ്ഥലമായിരുന്നു കാലടി ആശ്രമം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ആ കാലടി ആശ്രമത്തോട് ചേർന്ന് വളരെ മനോഹരമായൊരു ധ്യാന സെൻറ്ററും പുതിയതായിട്ട് ദൈവാനുഗ്രഹത്താൽ ഒരു പ്രൊവിൻഷ്യൽ ഹൗസും ഉണ്ടാവുകയും ആ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ട് തീരുകയും രണ്ടാമത്തെ പ്രൊവിൻഷ്യലായിട്ട് തീർന്നത് നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട സൈമൺ അച്ഛനുണ്ട്. എമ്മാനുവൽസിനുമായിട്ട് ദീർഘകാലത്തെ ഒരു ഹൃദയൈക്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സൈമൺ ചെറുമേലച്ചനെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒത്തിരി ആ ഹൃദയബന്ധത്തോടു കൂടിയുള്ള ഒരു അടുപ്പത്തോടു കൂടി ഞങ്ങളെല്ലാവരും സ്നേഹം നിറഞ്ഞ സൈമൺ അച്ഛനെ ഈ വേദിയിലേക്ക് പരമപ്രസാദ പ്രൊവിൻസിൻ്റെ പ്രൊഫഷണലച്ചനെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ചെറിയ വാക്കിൽ നന്ദി പറഞ്ഞ തീരാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എൻ്റെ ഭാഷകാരനായ മാത്യു തെക്കേമുറിയച്ചൻ. എമ്മാനച്ചനോട് ഈ സ്കൂളിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനും ഇങ്ങനെയൊരു ഫംഗ്ഷന് വരുവാനും മാത്യു തെക്കേമുറിയച്ചൻ ഒത്തിരി സഹനങ്ങൾ ഒത്തിരി തീവ്രമായ ആഗ്രഹത്തോടുകൂടി കടന്നു വരികയുണ്ടായി. സ്നേഹം നിറഞ്ഞ തെക്കേമുറിയച്ചൻ്റെ യാത്രയൊക്കെ നമുക്കറിയാം. കോഴിക്കോട് നിന്ന് ഇന്നലെ രാത്രി പുറപ്പെട്ടതാണ്. രാവിലെ വരുവാനായിട്ട് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് ഉറക്കമെല്ലാം കളഞ്ഞ് അച്ഛൻ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ ഈ യോഗത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ സൈൻ പ്രൊവിൻസിൻ്റെ പ്രൊഫഷണൽ അച്ഛനായ മാത്യു തെക്കേമുറിയച്ചനെ ഞങ്ങൾ സാദരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കേണ്ട ഒരു വ്യക്തി ഈ വേദിയിലിരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ PTA പ്രസിഡന്റ് അഭിലാഷ് മാത്യു സാറാണ്. കാരണം സാറ് ഇവിടെ PTA പ്രസിഡന്റ് പദം എടുത്തതിന് ശേഷമാണ് ഈ സ്കൂളിലേക്ക് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ആദ്യമായിട്ട് ഒരു NCC യൂണിറ്റ് തുടങ്ങുവാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി തന്നത്. PTA പ്രസിഡന്റായ അഭിലാഷ് മാത്യുവിനെയും അതുപോലെ PTA വൈസ് പ്രസിഡന്റായ ബിജു വർഗീസിനെയും അതുപോലെ PTA മെമ്പേഴ്സിനെയും ഈ അവസരത്തിൽ ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുകയും അഭിലാഷ് സാറിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ജോയി വെട്ടിക്കുഴിക്കാലി. നമുക്കറിയാം, നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നതിന് നേതാക്കളാണ് മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മിസ്റ്റർ ജോയി സാറ്. ജോയി സാറ് തന്നെ തിരക്കേറിയ ജീവിതത്തിനിടയിലും ഇന്ന് ഈ വേദിയിലേക്ക് കടന്നു വരികയും ഞങ്ങളോടൊപ്പമായിരിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടോണി സാറിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുവാനായിട്ട് വന്നു. അപ്പോൾ നമ്മൾ കല്യാൺ ജുവലേഴ്സിൻ്റെ ഒരു പരസ്യം കാണാറുണ്ട്, വിശ്വാസം അതല്ലേ പ്രാധാന്യമെന്ന്. അതുപോലെ തന്നെ ടോണി സാർ അന്ന് ഇവിടുന്ന് എമ്മാനുവൽസിനെ കണ്ട് ബ്ലെസ്സിംഗ് ഒക്കെ സ്വീകരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ടോണി സാർ പറഞ്ഞു, 17-ാം തീയതി ആശംസ അർപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകുമെന്ന്. വളരെ ചെറുപ്പക്കാരൻ വളരെ വലിയൊരു മത്സരം നയിച്ച് ഏതായാലും ഉപ്പുതര ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് തിരഞ്ഞെടുക്കുകയും ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് ടോണി സാർ എന്നിവിടെ സന്നിഹിതനാവുകയും ചെയ്തു. ദൈവം അനുഗ്രഹിച്ച വിജയവും ആൾക്കാരുടെ സപ്പോർട്ടും എല്ലാം കൂടെ ചേർത്ത് ടോണി സാറ് ഇന്ന് ഈ വേദിയിൽ ഇരിക്കുവാൻ വന്നതിനും അതുപോലെ തന്നെ ഞങ്ങളോട് കാണിച്ച ആ സ്നേഹത്തിനും പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് ടോണി സാറിനെ ഈ വേദിയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠന്മാർക്കാണ്. സഭയുടെ തമിഴ്നാട് മിഷൻ സുപ്പീരിയറായ ഡൊമിനിക് മുണ്ടാട്ടച്ചൻ. നമുക്കറിയാം, വളരെ ദൂരം യാത്ര ചെയ്ത് വന്നെത്തിയ വ്യക്തിയാണ്.
അതുപോലെ തന്നെ നമ്മുടെ സനാതന സെമിനാരിയുടെ റെക്ടറായ ഡെന്നീസ് പട്ടേരിപ്പറമ്പിലച്ഛൻ. കാരണം അച്ഛനെ പ്രത്യേകം പേരെടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ സ്കൂളിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൾ എന്ന ലേബൽ ചാർത്തപ്പെടുന്നത് ഡെന്നീസ് പട്ടേരിപ്പറമ്പിലച്ഛനാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മൈനസ് സെമിനാരി റെക്ടറായ ഷിബു വള്ളിയാന്തടത്തിലച്ഛനുണ്ട്. ഞങ്ങളുടെ സർഗാരാമിൻ്റെ ഡയറക്ടറായ സാബു മണ്ണടയച്ഛനുണ്ട്. അതുപോലെ തന്നെ കിഴക്കേ മാട്ടുക്കട്ടയിലെ ഞങ്ങളുടെ വികാരിയച്ഛനായ തോമസ് പൊട്ടംപറമ്പിലച്ഛനുണ്ട്, തോമസ് കോഴിമലയച്ഛനുണ്ട്. എല്ലാവരെയും ബാക്കിയുള്ള ഞങ്ങളുടെ ജൂനിയർ അച്ഛന്മാർ ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ഞങ്ങളുടെ സുപ്പീരിയർ അച്ഛനായ നെൽസൺ അച്ഛനെയും വികാരി അച്ഛനായ കുര്യാക്കോസ് മുഞ്ഞിലച്ഛനെയുമാണ്. അപ്പോൾ കോമ്പയാറിൽ നിന്ന് സുപ്പീരിയർ അച്ഛനെയും ജോജോ അച്ഛനെയും ഞങ്ങൾ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ഇനി പേര് പറയാനായിട്ട് ഞങ്ങൾക്കുള്ളത് മിഷിലിൽ നിന്ന് വന്ന എൻ്റെ ബാച്ചുകാരനും ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ രണ്ടാമത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടി സിറാജ് ദേവാലയത്തിൻ്റെ വികാരിയച്ഛനുമായി തീർന്ന ജെറിൻ മാഞ്ഞാലിയച്ഛനാണ്. ഞങ്ങളുടെ ജനറൽ യൂക്രിസ്റ്റിക് കൗൺസിലറായ ജെയ്സൺ കുന്നേലച്ഛനെയും പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം അർപ്പിക്കുന്നത് ഞങ്ങളുടെ അയൽവക്ക കമ്മ്യൂണിറ്റികളിൽ നിന്ന് വന്ന സുപ്പീരിയർ അച്ഛന്മാരും റെപ്രസെൻറ്റേറ്റീവ് അച്ഛന്മാരുമാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഏറ്റവും അടുത്ത കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് JPM കോളേജിൽ നിന്നാണ്. JPM കോളേജിൽ നിന്ന് വന്ന ജോൺസൺ അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഞങ്ങളുടെ ഡോൺ ബോസ്കോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന സുപ്പീരിയർ അച്ഛനുണ്ട്, മാട്ടുത്താവളത്തെ വികാരി അച്ഛനുണ്ട്, ഉപ്പുതരത്തെ ഫൊറോന വികാരി അച്ഛനുണ്ട്, ഞങ്ങളുടെ സെക്രട്ടറി അച്ഛനുണ്ട്. എല്ലാവരെയും ഇനി ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ അച്ഛന്മാരെ പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പേരുകൾ അറിയത്തില്ലെങ്കിലും എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായ റോയ് എവറസ്റ്റിനെയും അതുപോലെ തന്നെ ജോമോൻ തെക്കേലിനെയും ഞങ്ങളുടെ വാർഡ് മെമ്പറായ ഷീബായെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുകയും ഈ ബാക്കിയുള്ള 2-3 രാഷ്ട്രീയ നേതാക്കളുണ്ട് ഞങ്ങളുടെ നേതാക്കളായിട്ടിരിക്കുന്ന അവരെയും പ്രത്യേകമായിട്ട്, അതുപോലെ തന്നെ കാഞ്ചിയാർ പഞ്ചായത്തിലെ എല്ലാ മെമ്പേഴ്സും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എമ്മാനുച്ചനോട് സ്നേഹം പ്രകടിപ്പിക്കുവാനും ഈ യോഗത്തിൽ പങ്കുചേരുവാനും എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടത് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സാണ്. ഞങ്ങളുടെ അടുത്തുള്ള മദർ സുപ്പീരിയറുണ്ട്, അതുപോലെ തന്നെ ബാക്കി കമ്മ്യൂണിറ്റികളിൽ നിന്ന് വന്ന ഒത്തിരി അനവധി സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. എല്ലാ സിസ്റ്റേഴ്സിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം അർപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഈ സ്കൂളിലെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ഈ സ്കൂളിലെ കുട്ടികളും ഈ സ്കൂളിലെ മാതാപിതാക്കളും ഇടവകക്കാരെല്ലാവരുമാണ്. എല്ലാവരെയും ഒരു വാക്കിൽ ഒത്തിരി ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം അർപ്പിക്കുന്നു. അവസാനമായിട്ട് നമ്മൾ സ്വാഗതം പറയേണ്ട ഒരു മഹത് വ്യക്തിയുണ്ട്. അത് നമ്മുടെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സ്നേഹം നിറഞ്ഞ റവറൻഡ് ഡോക്ടർ എമ്മാനുവൽ കിഴക്കേത്തേക്കൽ അച്ഛനാണ്. നമുക്കറിയാം ഇന്ന് ഈ സ്കൂൾ ഇവിടെ ഉണ്ടാകുവാനും ഈ മനോഹരമായ ദേവാലയം ഇവിടെ ഉണ്ടാകുവാനും ഇവിടെയുള്ള എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ചേർത്ത് വയ്ക്കുവാനും എമ്മാനുവലിൻ്റെ 25 വർഷങ്ങൾ നമുക്ക് ഓർക്കാതെ പോകാനായിട്ട് സാധിക്കുകയില്ല. സ്നേഹം നിറഞ്ഞ എമ്മാനുവൽ ഞങ്ങളുടെ എല്ലാവരുടെയും ജൂബിലിയുടെ മംഗളങ്ങളോട് ചേർത്ത് ഈ പൊതുയോഗത്തിലേക്ക് ഈ പരിപാടികൾ പങ്കെടുക്കുവാനും ഞങ്ങളോടൊപ്പമായിരുന്ന 25 വർഷങ്ങളെ അനുസ്മരിക്കുവാനും അച്ഛനെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ പൊതുയോഗത്തിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ വെൽക്കത്തിന് ഒരുപാട് താങ്ക് യു സോ മച്ച് ഫാദർ. അടുത്തതായിട്ട് ഇന്നത്തെ ഈ ഒരു ശുഭമുഹൂർത്തം ഔപചാരികമായി തുടക്കം കുറിക്കാനായിട്ട് ലാമ്പ് ലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എല്ലാ മാന്യരായ അതിഥികളെയും ഞാൻ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഷാജി ഇബ്രഹാം കൊച്ചുപെരയിലച്ച,
അഭിമന്യ മാത്യു അറക്കൽ പിതാവേ, ജൂബിലേറിയൻ ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ കിഴക്കേത്തലക്കിലച്ച, പ്രൊവിൻഷ്യൽ അച്ഛന്മാരായ സൈമണച്ച, മാത്യു അച്ഛ, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സയൻസ് പബ്ലിക് സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങളെ, വിദ്യാർത്ഥികളെ. ഇന്നത്തെ ദിവസത്തിന് 3 പ്രാധാന്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ബഹുമാനപ്പെട്ട വികാരണ മിഷനിൽ അംഗമായ ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛൻ്റെ സന്യാസ സമർപ്പണത്തിൻ്റെ സുവർണ ജൂബിലി നമ്മളിന്ന് ആഘോഷിക്കുന്നു. അതുപോലെ സയൻ പബ്ലിക് സ്കൂളിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്നു. അതുപോലെ സയൻ പബ്ലിക് സ്കൂളിൻ്റെ ആനുവൽ ഡേയും കൂടിയാണിന്ന്. ഈ ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും ഞാൻ സ്നേഹത്തോടുകൂടി നേരുന്നു. ഈ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഈ സ്കൂളിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലോർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ കിഴക്കേത്തലച്ചൻ അച്ഛനാണ്. അച്ഛൻ ദിവികാരുണ്യ മിഷണറി സഭയിൽ അംഗമാണ്. സുദൃഢമായിട്ടുള്ള സേവനം അച്ഛൻ ചെയ്യുന്നു. സമർപ്പണ ജീവിതത്തിൽ 50 വർഷം വിജയകരമായിട്ട് ഏറ്റവും സന്തോഷത്തോടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് അച്ഛൻ പൂർത്തിയാക്കിയതിൽ പ്രത്യേകമായിട്ട് ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇമ്മാനുവൽ അച്ഛന് എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. സന്യാസ ജീവിതത്തിൽ നമുക്കറിയാം 2 ഡൈമെൻഷൻസ് ഉണ്ട്. ഒരു ആക്റ്റീവ് ഡൈമെൻഷൻസ് ആൻഡ് കോണ്ടംപ്ലേറ്റീവ് ഡൈമെൻഷൻ. വികാരുണ്യ മിഷൻ സഭയുടെ ആപ്തവാക്യം തന്നെ ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി ബ്രോക്കൺ. ഈ ആക്ഷൻ, ഈ കണ്ടംപ്ലേഷൻ ആൻഡ് ആക്ഷൻ. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛന് കണ്ടംപ്ലേറ്റീവ് ലൈഫ് മാത്രമല്ല, പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, ഒരു ആക്റ്റീവ് ഡൈമെൻഷൻ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. സന്യാസ സമർപ്പണ ജീവിതം നന്നായിട്ട് ജീവിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അച്ഛന് എന്നും അച്ഛനതിന് താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു. പഠിക്കുന്ന കാലം മുതലോട്ട് എനിക്ക് അച്ഛനെ അറിയാം. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ കിഴക്കേത്തലക്കലച്ഛൻ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സയൻ പബ്ലിക് സ്കൂൾ. നമുക്കറിയാം അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഹി പുട്ട് ഹിസ് ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു സയൻ പബ്ലിക് സ്കൂൾ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 25 വർഷമായിട്ട് അച്ഛനിവിടെ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ്റെ ജീവിതത്തിൽ ഏറിയൊരു പങ്കും ഇവിടെ താമസിച്ചുകൊണ്ട് അച്ഛൻ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്കായിട്ട്, ഈ ആൾക്കാരുടെ ഉന്നമനത്തിനായിട്ട് അച്ഛൻ പ്രവർത്തിക്കുന്നു എന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അത്രമാത്രം കമ്മിറ്റ്മെൻറ്റ്, സന്യാസ സമർപ്പണ ജീവിതത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് ഈ സയൻ പബ്ലിക് സ്കൂളിനോട് അച്ഛൻ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിൽ ഒത്തിരി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മളിന്ന് രാവിലെ ബലിയർപ്പിച്ച് അച്ഛന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. ഇനിയും അച്ഛന് കൂടുതൽ ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൂടുതൽ സേവനം അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ സയൻ പബ്ലിക് സ്കൂളിൻ്റെ രജത ജൂബിലി, സിൽവർ ജൂബിലിയാണ്. ചെറിയൊരു തുടക്കത്തിൽ നിന്ന് ഈ സ്കൂള് വലിയ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാനായിട്ട് വകയുണ്ട്. അച്ഛൻ്റെ പ്രത്യേകമായിട്ട് ഇമ്മാനുവൽ അതുപോലെ മറ്റ് പല അച്ഛന്മാരുടെയും പരിശ്രമപരമായിട്ടാണ് ഈ സ്കൂൾ ഇന്ന് മാത്രം വളർന്നിരിക്കുന്നത്. 1000-ൽ പരം കുട്ടികൾ ഉള്ള വളരെ നല്ല വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സയൻ പബ്ലിക് സ്കൂളിൽ പ്രത്യേകിച്ച് നമുക്ക് അഭിമാനിക്കാനായിട്ട് വകയുണ്ട്. അപ്പോൾ ഈ സ്കൂൾ ഇനിയും കൂടുതൽ വളരട്ടെ. 25 വർഷം പൂർത്തിയാക്കി, ഇനിയും കൂടുതൽ വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ കൂടുതൽ ഉയർന്ന നിലയിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് ഈ സ്കൂളിന് സാധിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ അച്ഛനായിട്ടുള്ള റോണി അച്ഛനെയും മറ്റെല്ലാ അച്ഛന്മാരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനത്തെ നമുക്ക് വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സഹായവും അതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് MCBS സഭയ്ക്ക്
പ്രത്യേകമായിട്ട് അഭിമാനിക്കാനായിട്ടുള്ള വകയുണ്ട്. ഈ നാട്ടിലെ ആൾക്കാർക്ക് ഒത്തിരി നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ സയൻ പബ്ലിക് സ്കൂള് വളരെയധികം വിജയിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൂടി ഇരിക്കുന്ന എല്ലാവർക്കും, വിശിഷ്ടാതിഥികൾക്കും, അതുപോലെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനും എമ്മാവൂസ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലുമായ ഷാജി ഇബ്രഹാം കൊച്ചുവരലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് എമ്മാവൂസ് പ്രൊവിൻസിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളാണ്. അച്ഛനും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ്. മറ്റെല്ലാവർക്കും ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് പേര് പറയാനായിട്ട് സാധിക്കില്ല എന്ന് വരികയും ഇവിടെ ഇവിടുത്തെ സുപ്പീരിയർ അച്ഛൻ നെൽസൺ അച്ഛനുണ്ട്, മറ്റെല്ലാ അച്ഛന്മാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാവർക്കും ഈ ജൂബിലിയുടെ, സ്വർണ്ണ ജൂബിലിയുടെയും രജത ജൂബിലിയുടെയും ആനുവൽ ഡേയും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ബിഷപ്പ് എമിരിറ്റസ് അഭിമന്യ മാർ മാത്യു അറക്കൽ പിതാവേ, MCBS സന്യാസമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലും ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടകനുമായ പെരിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പായിക്കാട്ടച്ച, എറണാകുളം പരംപ്രസാദ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സ്നേഹ ബഹുമാനപ്പെട്ട സൈമൺ ചെറുമേലച്ച, കോഴിക്കോട് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സ്നേഹ ബഹുമാനപ്പെട്ട മാത്യു തെക്കേമുറിയച്ച, സന്യാസ വ്രത സമർപ്പണത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സയൻ പബ്ലിക് സ്കൂളിൻ്റെ നേതൃത്വ നിരയിൽ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഉള്ള സ്നേഹ ബഹുമാനപ്പെട്ട ജൂബിലേറിയൻ എമ്മാനുവൽ കിഴക്കത്തലക്കിലച്ച, സയൻ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്നേഹ ബഹുമാനപ്പെട്ട റോണി പീടികയിലച്ച, സയൻ MCBS ഹൗസിൻ്റെ സുപ്പീരിയർ ബഹുമാനപ്പെട്ട നെൽസൺ മടത്തിക്കണ്ടത്തിലച്ച, വേദിയിലായിരിക്കുന്ന മിസ്റ്റർ അഭിലാഷ്, മിസ്റ്റർ ജോയ്, മിസ്റ്റർ ടോണി, സദസ്സിൽ ആയിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിൽ നേതൃത്വ നിരയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികളെ, സയൻ പബ്ലിക് സ്കൂളിൻ്റെ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്, ഈ നാട്ടിലെ വാസികളായിട്ടുള്ള എല്ലാ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണ്. നാം ദൈവത്തിനുള്ളതും സീസറിനുള്ളതും ഈ യോഗത്തിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നാം നന്ദി പറയുന്നു. കാരണം ഇന്ന് ഈ സ്കൂളിൻ്റെ സാരഥിയായിട്ടും ഇതിൻ്റെ നട്ടെല്ലായും തൻ്റെ 25 വർഷം സമർപ്പിച്ച, ഒപ്പം സന്യാസവ്രതത്തിൻ്റെ 50 വർഷം ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛനെ ഓർത്ത്, ഒപ്പം ഇന്ന് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സയൻ പബ്ലിക് സ്കൂളിനെ ഓർത്ത് ഇതിൻ്റെ 25ാമത്തെ ആനുവൽ ഡേ ആഘോഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സീസണിനുള്ളത് കൊടുക്കുമ്പോൾ തീർച്ചയായും അർഹതപ്പെട്ടവർ അനേകരാണ് ഈ ദിവസത്തിൻ്റെ മനോഹാരിതയെ, ഇതിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുക. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള എമ്മാനുവൽ അച്ഛനാണ്. എമ്മാനുവൽ അച്ഛനെ കുറിച്ച് ഏതാണ്ട് 38-40 വർഷങ്ങളായിട്ട് പരിചയമുണ്ട്.
ഈ വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എമ്മാനുവൽ അച്ഛൻ്റെ അനേകം വർഷങ്ങളിലൂടെയുള്ള അച്ഛൻ്റെ ശുശ്രൂഷാ ജീവിതവും സന്യാസ പൗരോഹിത്യ ജീവിതവും അച്ഛൻ്റെ കർമ്മരംഗങ്ങളുമെല്ലാം പഠനവുമെല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. സ്നേഹബഹുമാനപ്പെട്ട അച്ഛനെ ഓർത്ത് MCBS സന്യാസ സമൂഹം ഒപ്പം വളരെ പ്രത്യേകമായി MCBS എമ്മാവൂസ് പ്രോവിൻസ് അഭിമാനിക്കുകയും അച്ഛനിലൂടെ ദൈവം ചൊരിയുന്ന നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അച്ഛന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങളുടെ അനുമോദനങ്ങളും ഈ ദിവസം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. സന്യാസ ജീവിതത്തിൽ 50 വർഷം വിജയകരമായിട്ട് പൂർത്തിയാക്കുക അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്നാൽ അത് ദൈവഹിതത്തോട് ചേർന്ന് തിരുസഭയിൽ MCBS സന്യാസ സമൂഹത്തിൽ മുന്നോട്ട് നയിക്കുന്ന എമ്മാനുവൽ അച്ഛന് അത് ഏറ്റവും കൃത്യമായി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നു. അപ്രകാരം ഇനിയും കൂടുതൽ സമർപ്പണ മനോഭാവത്തോടുകൂടി ഇനിയും അനേക വർഷങ്ങൾ തിരുസഭയിൽ MCBSൽ ഈ അച്ഛൻ്റെ വിവിധമായ കർമ്മരംഗങ്ങളിലൊക്കെയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് സയൻ പബ്ലിക് സ്കൂളിൻ്റെ സിൽവർ ജൂബിലി ആണല്ലോ. ഇപ്പോൾ ഏതാണ്ട് 1000-ൽ പരം സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷങ്ങളിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എത്രയോ കുട്ടികൾ ഈ സ്കൂളിലൂടെ കടന്നുപോയി അവരുടേതായിട്ടുള്ള ജീവിതമാർഗം കണ്ടെത്തി. ഒരുപക്ഷെ എല്ലാ ഭൂഖണ്ഡത്തിലും അവരുടെ സാന്നിധ്യവും അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളും കടന്നു ചെന്നിട്ടുണ്ടാവണം. കാരണം ഈ സ്കൂൾ നല്ല നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മെറിറ്റ്, അതിൻ്റെ ബെനഫിറ്റ്സ് കുട്ടികൾക്ക് ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ സ്കൂളിനെ ഓർത്ത് ഇന്ന് നാം അഭിമാനിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അനേകരുണ്ട്. 25 വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛനോടത്ത് വർഷങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്ത പ്രിൻസിപ്പാൾമാർ, മാനേജർമാർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, PTA അംഗങ്ങൾ, സ്റ്റാഫ്, സ്റ്റുഡൻസ്, കുട്ടികളുടെ മാതാപിതാക്കൾ, ഈ നാട്ടുകാർ, ഒപ്പം തന്നെ ഈ സ്കൂളിന് ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹ ആശീർവാദവും നൽകിക്കൊണ്ടിരിക്കുന്ന കാഞ്ഞിരപ്പള്ളി രൂപത, ഒപ്പം ഈ നാട്ടിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുള്ള നേതൃത്വ നിരയിലുള്ളവർ എല്ലാവരെയും ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കാനായിട്ട് ഈ സിൽവർ ജൂബിലി ആഘോഷത്തിൽ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സ്കൂൾ ഏറ്റവും മഹത്തരമാകുന്നത് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരും ഇവിടെ സേവനം ചെയ്യുന്നവരും ഇവിടെ പഠിച്ചിറങ്ങുന്നവരുമായിട്ടുള്ള എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ നീതിബോധത്തോടുകൂടി, സമർപ്പണ മനോഭാവത്തോടുകൂടി, സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണല്ലോ. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കാനായിട്ടുള്ള ഒരു നീതിബോധം ഇവിടെ കടന്നു വരുന്ന ഏവർക്കും, സ്റ്റാഫിനും സ്റ്റുഡൻസിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും സാധിക്കണം. നല്ല പുതിയ തലമുറയെ എക്കാലവും രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സയൻ പബ്ലിക് സ്കൂൾ കുട്ടികളെ നല്ല പൗരത്വ ബോധമുള്ളവരായി, നല്ല ഉത്തരവാദിത്വ ബോധമുള്ളവരായി വളർത്തിയെടുക്കാനായി ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും അവരുടെ അധ്യാപകർക്ക്, അവരുടെ മേലധികാരികൾക്ക് അവകാശപ്പെട്ടത് നൽകണം. കുടുംബങ്ങളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ മാതാപിതാക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക് അവകാശപ്പെട്ടത് നൽകാനായിട്ട് സാധിക്കണം. നാട്ടിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാനായിട്ട് സാധിക്കണം. അപ്രകാരം രാഷ്ട്ര നിർമ്മിതിയിൽ അവർ പങ്കാളികളാകണം. അങ്ങനെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുമ്പോഴാണ് സ്റ്റുഡൻസ് അവരുടെ പഠനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കുക. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന സ്റ്റാഫ് അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും സമൂഹത്തിനുള്ളത് സമൂഹത്തിനും കൊടുക്കാനായിട്ട്
ഇന്നും എന്നും സാധിക്കട്ടെ എന്ന ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ ഈ സ്കൂളിലുള്ള എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നന്മകളും അഭിനന്ദനങ്ങളും നേരുകയും സന്യാസവ്രത സമർപ്പണത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇമ്മാനുവൽ അച്ഛന് ഒരിക്കൽ കൂടി ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും നന്മകളും അഭിനന്ദനങ്ങളും നേരുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ഇവരുടെയും മഹത്തായ ആത്മീയ പിതാവ് മാർ മാത്യു അറക്കൽ പിതാവിനെ അനുഗ്രഹ വചസ്സുകൾ അറിയിക്കാനായി ഏറെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സയൻസ് സ്കൂൾ മാനേജർ, പ്രിൻസിപ്പൽ, fathers, staff and students. അക്ഷര ലോകത്ത് പുതുചരിത്രങ്ങൾ രചിച്ച നമ്മുടെ സയൻ പബ്ലിക് സ്കൂൾ ഈ നാടിനായി നൽകുന്നതെല്ലാം ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെ ഞാൻ കരുതുന്നു. ഇതിൻ്റെ പിന്നിൽ നേതൃത്വമേകുന്ന മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ, സ്റ്റാഫ്, സ്റ്റുഡൻസ് എല്ലാവർക്കും ഹൃദയംഗമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നത് നമ്മുടെ പ്രിയമുള്ള മാനുവൽ കിഴക്കത്തിരക്കലച്ചൻ ഈ സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നപ്പോഴേ ഞാൻ യുവാകൃഷ്ണനായിരുന്ന അവസരത്തിൽ ഞാൻ അച്ഛനെ ആകപ്പാടെ ഒന്ന് നോക്കി. അച്ഛനെ ആരും തുടങ്ങാത്ത, ആരും സാഹസം കാണിക്കാത്ത രംഗത്തേക്ക് ഇറങ്ങുന്ന ഓർത്തോണം അച്ഛൻ ചെയ്യാൻ കഴിയുമോ? അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞത്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായി സമർപ്പിച്ച് എനിക്ക് ചെയ്യാൻ കഴിയും. പിതാവിനെ എന്നെ വിശ്വസിക്കാം. സാധാരണ രീതിയിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അനുവാദം കൊടുക്കുന്നതല്ല. ഞാൻ പറഞ്ഞ അച്ഛൻ തുടങ്ങിക്കും. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ ആരോഗ്യരായോ മറ്റുള്ളതൊക്കെ ചേർന്നുകൊണ്ട് ഈ സന്യാസ സമൂഹത്തിന് ഈ പബ്ലിക് സ്കൂൾ തുറക്കാനായിട്ട് ആദ്യമായിട്ടാണ് രൂപതയിൽ അവന് അനുവാദം കൊടുക്കുന്നത്. അത് തുടങ്ങി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും തലങ്ങൾ നമുക്ക് ഇന്ന് എല്ലാവർക്കും കാണാനായിട്ട് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛൻ 50 വർഷക്കാലം അത്യുത്ഥാനം ചെയ്ത് നേടിയെടുത്ത വലിയൊരു നേട്ടം, അതാണ് നമ്മളിവിടെ കാണുക. സന്യാസ സമർപ്പണത്തിൻ്റെ സുവർണ ജൂബിലിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പേരിലും നമ്മുടെ സയൻസ് സ്കൂളിൻ്റെ പേരിലും സ്വരാജ് ഇടവകയുടെയും MCBA സമൂഹത്തിൻ്റെ പേരിലും ഏറെ സ്നേഹത്തോടുകൂടി ഓരോരുത്തരുടെ ഗോൾഡൻ ജൂബിലിയുടെ ആശംസകൾ 2000-ൽ ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയായിരുന്നപ്പോഴേ MCBA സന്യാസ സമൂഹത്തെ സ്വരാജ് ഇടവക ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചതും ഈ സമൂഹം ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛനെ നിയോഗിച്ചതും പിന്നീട് നമ്മുടെ ഈ നാടിലുണ്ടായ വളർച്ചയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഈ സ്വരാജ് ഇടവകയിൽ MCBS ഭവനാംഗമായി ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഇമ്മാനുവൽ അച്ഛനെ എല്ലാവർക്കും അറിയാം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് നൽകുകയും ജനത്തിൻ്റെ സ്നേഹത്തോടെയും കരുതലോടുകൂടിയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ഒരു പൗരോഹിത്യ ദർശനമാണ് ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛൻ പിന്തുടരുന്ന ശൈലി. സയൻ പബ്ലിക് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടതും ഒരു പൊതുചരിത്രമെന്നോണം 2006-ൽ ന്യൂ സ്കൂൾ ബിൽഡിങ് ഞാൻ ആശീർവദിച്ചതും ഓർക്കുന്നു. സ്കൂൾ റിനോവേഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് വർക്ക്സ് നടത്തുക മാത്രമല്ല, സ്റ്റുഡൻസിനെ ക്രൈസ്തവ മൂല്യങ്ങൾ പകരാനും ബഹുമാനപ്പെട്ട അച്ഛനെ മനോഹരമായിട്ട് കഴിഞ്ഞു. MCBS കോൺഗ്രിഗേഷനോടും മാനേജ്മെൻറ്റിനോടും പ്രിൻസിപ്പൽ അച്ഛനോടും മറ്റെല്ലാ സ്റ്റാഫിനോടും ഇടകലർന്ന് ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ കിഴക്കത്തരയച്ഛൻ പ്രവർത്തിച്ചു. ദിവികാരുണ്യ സഭയിലെ അച്ഛൻ്റെ ജീവിതവും ദിവികാരുണ്യ വീക്ഷണവുമാണ് ഇതിനെല്ലാം സാധ്യമാക്കിയത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
നമുക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട ഇമ്മാനുവേലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറെ സ്നേഹത്തോടെ പൗരോഹിത്യത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ ആശംസകൾ എല്ലാവരുടെയും പേരിൽ ഞാനും ആശംസിക്കുന്നു. 25 വർഷം പിന്നീട് രജത ജൂബിലി ആചരിക്കുന്ന നമ്മുടെ സയൻസ് പബ്ലിക് സ്കൂളിലെ ആനുവൽ ഡേയും നാം ഇന്ന് ആചരിക്കുന്നു. അനേക തലമുറകൾക്കായി ഈ സ്കൂൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ അത്ഭുതങ്ങൾ തീർത്തിരിക്കുന്ന MCMES കോൺഗ്രിഗേഷൻ രൂപം കൊടുത്ത സ്പെസിഫിക് ഫോർമേഷൻ മെത്തഡോളജിയാണ് നമ്മുടെ സയൻസ് CBSE സ്കൂൾ. പല ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. അവർക്കെല്ലാം ഒരു മുക്തഖണ്ഡമായിട്ടുള്ള പ്രശംസയാണ് ഈ സ്കൂളിനെ കുറിച്ചുള്ളത്. ഹൈറേഞ്ചിലെ കുഞ്ഞുങ്ങൾക്ക് പ്രാരംഭകാലം മുതൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്ന സയൻസ് പബ്ലിക് സ്കൂൾ ഒരു ഹോളിസ്റ്റിക് ആൻഡ് വെൽ ഡിസിപ്ലിൻഡ് അക്കാഡമിക് ശൈലിയിൽ UKG LKG കോഴ്സുകളും സ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളും കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവിടെ നടത്തുന്നുണ്ട്. സ്പെഷ്യൽ ടെക്നിക്കൽ കോച്ചിങ് വഴിയായി നമ്മുടെ സയൻസ് പബ്ലിക് സ്കൂൾ തുടർച്ചയായി നേട്ടങ്ങൾ എല്ലാ വർഷവും നേടിക്കൊണ്ടാണ് ഇരിക്കുക. അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ സ്കൂളിൻ്റെ അധികാരികൾക്ക് ഞാൻ നൽകുകയാണ്. കഴിഞ്ഞ 25 വർഷക്കാലം തേജസ്സോടുകൂടി നിറഞ്ഞു നിന്ന നമ്മുടെ സയൻസ് പബ്ലിക് സ്കൂളിലെ റവറൻഡ് ഫാദേഴ്സ്, മാനേജ്മെൻറ്റ് ടീം, പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, കുഞ്ഞുങ്ങളെയും സ്റ്റാഫ് അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കൺഗ്രാജുലേഷൻ ടു വൺ ആൻഡ് ഓൾ. ഒത്തിരി സ്നേഹത്തോടു കൂടി നമ്മുടെ ഇമ്മാനുവേൽ കിഴക്കത്തറയച്ചൻ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. എല്ലാ മനോഹരമാകുന്ന സുപ്പീരിയർ അച്ഛനും MCBS സമൂഹത്തിനും പ്രൊഫഷണൽസിനും അഭിനന്ദനങ്ങൾ. ദൈവം നമ്മെ എല്ലാവരെയും നമ്മുടെ നാടിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആനുവൽ ഡേ ഫംഗ്ഷൻ മനോഹരമായി ക്രമീകരിച്ച സ്വരാജ് സയൻസ് സ്കൂൾ മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ, സ്റ്റാഫ് അംഗങ്ങൾ, സ്റ്റുഡൻസ്, സർവോപരി നമ്മുടെ സ്വരാജ് ഇടവകയിലെ നമ്മുടെ വിചാരിച്ചിനും കൈക്കാരന്മാർക്കും സംഘടനാ പ്രതിനിധികൾക്കും ഇത്തരണത്തിൽ സയൻസ് സ്കൂളിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവർക്കും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഈ അവിസ്മരണീയ മുഹൂർത്തത്തിൽ എന്നെയും ഇതിലേക്ക് ക്ഷണിച്ച് ഏവരുടെയും നല്ല മനസ്സിന്, പ്രത്യേകിച്ച് സന്യാസ സമൂഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏറെ സന്തോഷത്തോടു കൂടി ഒരു വിഷ്വൽ ട്രിബ്യൂട്ടിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാൻ പോകുന്നത്. Let us all immerse together into a documentary presentation on the life of our dear Reverend Dr. Father Emmanuel Kerketalakal and the remarkable history of Science Public School Swaraj. ജീവിതനിയോഗമായി മത്സ്യം സംഭവിച്ച് കാലാനുസൃതമായി അത് യാഥാർത്ഥ്യമാക്കിയ 50 വർഷങ്ങൾ വിശുദ്ധ കുർബാനയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട ദിവ്യകാരുണ്യ മുഖം മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിൽ 50 വർഷം സന്യാസ ജീവിതത്തിലൂടെയും 25 വർഷം വിദ്യാഭ്യാസ മേഖലകളിലൂടെയും സാധ്യമാക്കിയ ജീവിതം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ക്രാന്തദർശിയായ വൈദികൻ, MCBS സഭാസമൂഹത്തിന്റെ അഭിമാനം, ജന്മനാടിന്റെ യശസ്സുയർത്തിയ ദൈവത്തിന്റെ അഭിഷിക്തൻ ഡോക്ടർ ഫാദർ ഇമ്മാനുവേൽ കിഴക്കേത്തലക്കൽ MCBS ഈ പൗരോഹിത്യ ജീവിതം പിന്നിട്ട വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. കാഞ്ചാർ കിഴക്കേത്തലക്കൽ പരേതരായ ശ്രീ ചെറിയാനിയും
ശ്രീമതി മറിയാമ്മയുടെയും മക്കളിൽ അഞ്ചാമനാണ് ഫാദർ ഇമ്മാനുവേൽ. ഈരാമ, വത്സമ്മ, സിസ്റ്റർ എൽസി, മേരിക്കുട്ടി, ജോസ്, ജെയിംസ്, ലോബി, സിസ്റ്റർ സെലിൻ, റോയ് എന്നിവർ സഹോദരങ്ങളാണ്. കാഞ്ചാർ എന്ന മനോഹര ഗ്രാമത്തിൽ 1954 മെയ് 12 ഫാദർ ഇമ്മാനുവേലിന്റെ ജനനം. ഇടവക ദേവാലയമായ കാഞ്ചാർ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും മാമോദിസയും ആദ്യ കുർബാനയും സ്വീകരിച്ചു. കാഞ്ചാർ പള്ളിയിൽ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലും കട്ടവള സെന്റ് ജോർജ് ഹൈസ്കൂളിലും തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ ദിവ്യകാരണ മിഷണറി സഭയിൽ വൈദിക വിദ്യാർത്ഥിയായി. 1975 നോവിഷ്യേറ്റ് പൂർത്തിയാക്കി വ്രതവാഗ്ദാനം നടത്തി. 1983 മെയ് 7 ദിവ്യകാരണ സഭയുടെ ജൂബിലി വർഷത്തിൽ പൗരോഹിത്യം സ്വീകരിച്ചു. തത്വശാസ്ത്രത്തിനും ദൈവശാസ്ത്രത്തിനുമുള്ള പഠനം ബാംഗ്ലൂർ ധർമ്മന കോളേജിലും ഉപരിപഠനം ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലും പൂർത്തിയാക്കി. ഇറ്റലിയിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ധന്യമുഹൂർത്തം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും. 1984 മുതൽ 90 വരെയുള്ള റോമിലെ പഠനകാലത്ത് പ്രസിദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പായെ പല പ്രാവശ്യം കാണുന്നുണ്ട്. ഒരു പ്രാവശ്യം പിതാവിനോട് കൊടുക്കാൻ പങ്കെടുത്ത് വിശുദ്ധ മേരി അർപ്പിക്കാനും ഓഡിയൻസിൽ മെജർ പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണൽ സന്ദർശനത്തിനും എല്ലാത്തിനും പ്രാവശ്യവും പിതാവിനോട് അടുത്ത് സംസാരിക്കാനായിട്ടും എൻ്റെ ഡോക്ടറേറ്റ് പ്രബന്ധം പിതാവിനെ കൊണ്ട് ആശീർവദിപ്പിക്കാനൊക്കെ സാധിച്ചത് ജീവിതത്തിൻ്റെ വളരെ വലിയ ധന്യതയായി ഞാൻ കാണുകയാണ്. രാവിലെ എൻ്റെ പരിസരത്തോട് കൂട്ടിയിട്ട് ഓർക്കുന്നതാണ്. പരിസരം പിതാവിൽ നിന്ന് ഞാൻ 3 വർഷമായിട്ട് സ്വീകരിച്ച ഈ ജപമാലകളെ വളരെ അമൂല്യമായ ഒരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. വിദേശ ജീവിതത്തിനു ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഇമ്മാനുവേൽ അച്ഛൻ ദിവ്യകാരുണ്യ പ്രേക്ഷിത കേന്ദ്രമായി സ്ഥാപിക്കപ്പെട്ട കാലടി ദിവ്യകാരുണ്യ ആശ്രമത്തിന്റെ ആരംഭത്തിന് നേതൃത്വം നൽകി. 90കളിൽ വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ഡൽഹി അശോക് വിഹാർ കേന്ദ്രീകരിച്ച സീറോ മലബാർ സഭ സമൂഹത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള സ്വരാജ് സെന്റ് പോൾസ് പള്ളിയുടെ ആദ്യ വികാരിയായി നിയമിക്കപ്പെട്ടു. തന്റെ പ്രേക്ഷിത പ്രവർത്തനം ജന്മനാടിനെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഈ ദൈവനിയോഗം കാരണമായി. ഭാരതീയ വാസ്തുകലയുടെ പ്രതീകമായ സെന്റ് പോൾസ് പള്ളിയുടെ ശില്പിയാണ് ഫാദർ ഇമ്മാനുവേൽ കിഴക്കേത്തലയ്ക്കൽ. തന്റെ ജീവിതത്തിൽ ദൈവേശം നിറവേറ്റിയതിന്റെ മറ്റൊരു സാക്ഷാത്കാരമാണ് സ്വരാജ് സയൻസ് പബ്ലിക് സ്കൂൾ. സൈബർ സ്വപ്ന സാക്ഷാത്കാരമാണ് ദൈവ വെളിപാടുകളുടെ യാഥാർത്ഥ്യം. ഹൈറേഞ്ചിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളുടെ വിദ്യാലയങ്ങൾ ഏവർക്കും തുറന്നിട്ട അറിവിന്റെ അക്ഷരദീപം. സയൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സയൻ പബ്ലിക് സ്കൂൾ അതിന്റെ 25 വർഷം പൂർത്തീകരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നേട്ടങ്ങൾ കൈവരിച്ച അനവധി പ്രതിഭകളെ സമൂഹത്തിന് നൽകി. ന്യൂനത ആശയങ്ങൾ കാഴ്ചവെച്ച കലാകായിക മേഖലകളിൽ നേട്ടത്തിന്റെ വെൺകൊടി പാടിച്ച സയൻ മുന്നേറുന്നു. സെന്റ് പോൾസ് പള്ളിയോട് ചേർന്ന നേഴ്സറി സ്കൂൾ ആരംഭിച്ച സയൻ എന്ന സ്ഥാപനത്തിന് തറക്കല്ലിട്ടു. തുടർന്നുള്ള വർഷങ്ങൾ 4ാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾ ആരംഭിച്ചു. ഫാദർ ഡെന്നീസ് പട്ടേൽ പറമ്പിൽ, സിസ്റ്റർ സോബിറ്റ്, സിസ്റ്റർ സിനോബി, സിസ്റ്റർ അനീറ്റ, സിസ്റ്റർ മേരിയാൻ, സിസ്റ്റർ മേരിക്കുട്ടി കുന്നത്ത് എന്നിവർ ആരംഭകാലത്ത് ഈ പ്രയത്നത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. 2000 CBSE ബോർഡിൽ നിന്നും അഫിലിയേഷൻ ലഭിച്ചു. ആരംഭകാലത്ത് ഫാദർ ജെറി വള്ളയംകുന്ന്, ഫാദർ സണ്ണി പൊട്ടമറമ്പിൽ, ഫാദർ ജോബി കിഴക്കേത്തലയ്ക്കൽ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനം സയനിന്റെ അടിത്തറയ്ക്ക് ഫലമായി. നമ്മൾ എന്നും ശ്രമിക്കുന്ന അതിമനോഹരമായ സ്കൂൾ അംഗം ഫാദർ ജോബി കിഴക്കേത്തലയ്ക്കൽ രചനയും ഈണവും നൽകിയതാണ്. ഡോക്ടർ ഫാദർ ഇമ്മാനുവേൽ കിഴക്കേത്തലയ്ക്കൽ ചെയർമാനായും ഫാദർ റോണി ജോസ് പ്രിൻസിപ്പളായും ഈ ജൂബിലി വർഷത്തിൽ സൈന്യം നയിക്കുമ്പോൾ സ്കൂളിന്റെ നേട്ടം അനവധിയാണ്. മെത്തഡ് ഇൻഫർമേഷൻ ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ത്രൂ സ്പിരിച്വൽ, ഇന്റലക്ച്വൽ, സൈക്കോ കൾച്ചർ ആൻഡ് കൾച്ചറൽ കെയർ എന്ന സൈനിന്റെ ആപ്തവാക്യം ഏറെ അഭിമാനം ഉളവാക്കുന്നതാണ്. കലാകായിക മേഖലകളിൽ ദേശീയ, സംസ്ഥാന, ജില്ലാ കായിക തലങ്ങളിൽ സൈനിന്റെ പ്രതിഭകൾ മിന്നിത്തിളങ്ങുന്നു. സൈൻ ഒളിമ്പിക്സ് 2025 സൈനിന്റെ നവീകരിച്ച സ്കൂൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്തത് അർജുന അവാർഡ് ജേതാവായ ഒളിമ്പ്യൻ ഷൈനി വിൽസൺ, മിൽസൺ ചന്ദ്യ എന്നിവരാണ്. ഇടുക്കി ജില്ലയിൽ CBSE സ്കൂൾ തലത്തിൽ ആദ്യത്തെ HCC യൂണിറ്റ് സൈനിന്റെ അഭിമാന നേട്ടമാണ്. ഇടുക്കി ജില്ലയിലെ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇന്റർ സ്കൂൾ സിനിമാറ്റിക് സൈനിക ഡാൻസ് മത്സരം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്നു.
25-ാം വർഷത്തിൽ വിജയക്കൊടി പാറിച്ച് സൈൻ മുന്നേറുമ്പോൾ വിവിധ കാലഘട്ടങ്ങളിൽ സ്കൂളിന് നേതൃത്വം നൽകി സുസ്ഥിരാത്മകമായ സേവനം കാഴ്ചവെച്ച ബഹുമാനിനും സൈൻ കുടുംബത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരുമായ പ്രിൻസിപ്പൽമാർ, അധ്യാപക, അനധ്യാപകർ എല്ലാവരെയും ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. 2025 സയൻസ് സ്കൂള് വളർച്ചയുടെ 25-ാം വർഷം ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് അവിടെ ആയിരിക്കുന്നത്. കാരണം 2000 മുതൽ 2025 വരെ ഈ സ്കൂള് ഈ നാട്ടുകാർക്കും ഈ ഇവിടെയുള്ള കുട്ടികൾക്കും ഒത്തിരി പ്രചോദനപ്രദമായിട്ട് തീരുകയും അങ്ങനെ ഒത്തിരി കുട്ടികളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധി കാണിച്ചു കൊടുക്കുവാനായിട്ട് സഹായിക്കുകയുണ്ടായി. അങ്ങനെ ഒരു അഭിമാന മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ അഭിമാന മുഹൂർത്തത്തിൽ ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷത്തോടുകൂടി ഇതിനു മുമ്പ് കടന്നുപോയ പ്രിൻസിപ്പൽമാരെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുന്നു. സ്കൂള് 25 വർഷം ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ സ്ഥാപകനും ഇതിന് ഇന്നുവരെ വഴി നടത്തിക്കൊണ്ടിരുന്ന എമ്മാനുവൽ തൻ്റെ സന്യാസത്തിൻ്റെ 50-ാം വർഷം കൂടി ആഘോഷിക്കുകയാണ്. അച്ഛനെയും അച്ഛൻ്റെ കഠിനാധ്വാനത്തെയും നമുക്ക് ഒത്തിരി വിലമതിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒന്നും അറിയപ്പെടാത്ത പെരുവൻകവല എന്ന സ്ഥലത്ത് ഈ സ്കൂൾ ആരംഭിക്കുകയും ഈ സ്കൂളിനെ ഇന്ന് വരെ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ സാധിച്ചത് അച്ഛൻ്റെ അർപ്പണബോധവും അതുപോലെ തന്നെ കഠിനാധ്വാനവുമാണ്. ഈ സ്കൂൾ ജൂബിലി ആഘോഷിക്കുമ്പോൾ അച്ഛനെ ഞങ്ങൾ ഒത്തിരി അഭിമാനത്തോടു കൂടിയും ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ കാണുന്ന സയൻസ് സ്കൂൾ ഈ രീതിയിലാകുവാനായിട്ട് ഇതിന് അധ്വാനിച്ച ഒത്തിരി ടീച്ചേഴ്സുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടിയും നന്ദിയോടുകൂടിയും ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ ജൂബിലിയുടെ നിറവിൽ ഇനി വരുന്ന വർഷങ്ങളിൽ 50-ാം വർഷത്തെ ജൂബിലി ആഘോഷിക്കുമ്പോഴേക്കും ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഈ സയൻസ് സ്കൂൾ എത്തിച്ചേരട്ടെ. ഇതിൽ പഠിച്ച് മഹാന്മാരായ വിദ്യാർത്ഥികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ജൂബിലിയുടെ മംഗളങ്ങൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി നേരുന്നു. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ ഒരിക്കൽ ഉണ്ടായ ഒരു ദർശനമാണ്. സ്വരാജ് പോലൊരു സ്ഥലത്ത് ഞാൻ വന്നിറങ്ങുന്നു, ആളുകൾ എൻ്റെ അടുത്ത് വരുന്നു, അവിടെ ഒരു പള്ളി പണിയാൻ ഞാൻ നിയോഗിതനാകുന്നു, അതിനോട് ചേർന്ന് കുറേ വളർച്ചകളുണ്ടാകും, ദൈവം കൂടെ ഉണ്ടാകുമെന്ന് പേര് തന്നെ അങ്ങനെ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നു. ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് നീ ചെയ്യുക. ആ ആവശ്യങ്ങൾ എന്താണ് എന്നെപ്പോഴും കേൾക്കാനും അത് ജീവിതത്തിലൂടെ നടപ്പാക്കാനും ശ്രമിച്ചു. ഈ ദിവ്യകാരുണ്യാത്മ അനുഭവമാണ് ഈ 25 വർഷങ്ങളിലൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ദിവ്യകാരുണ്യ ഈശോയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ മക്കളിൽ എത്തിക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ശ്രമിക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. അതിനെല്ലാവരും എന്നോട് സഹകരിച്ചു. എല്ലാവർക്കും നന്ദി. വിദ്യാഭ്യാസ സാമൂഹിക സേവന മേഖലയിൽ ഫാദർ ഇമ്മാനുവൽ ഹൈറേഞ്ച് മേഖലയ്ക്ക് നൽകിയ മാറ്റങ്ങൾക്ക് നാമെല്ലാം സാക്ഷികളാണ്. പ്രദേശവാസികൾക്ക് ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനും സ്വദേശത്തും വിദേശത്തും ജോലി നേടുന്നതിനും സഹായകമായുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. അനവധി കലാപ്രതിഭകൾക്ക് കളരിയായി മാറിയ സൈൻ കമ്മ്യൂണിക്കേഷൻസ് ഒരു തലമുറയുടെ മുന്നിലെ സാക്ഷ്യപത്രമാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകളെ പരിഗണിച്ച് അച്ഛൻ ആദരിക്കപ്പെട്ടു. നന്മയുടെ പൂക്കളം, ഹെൽപ്പ് ഫ്രണ്ട്സ് ആയ എല്ലാ ചൊവ്വാഴ്ചകളും പൊതിച്ചോറ്, അങ്ങനെ നിരവധിയായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഇമ്മാനുവൽ എന്ന പുരോഹിതൻ അക്ഷീണം നേതൃത്വം നൽകുന്നു. അങ്ങനെ ദൈവകാരുണ്യ ശ്രേഷ്ഠതയുടെ അനുഭവത്തിൽ ഫാദർ ഇമ്മാനുവൽ അച്ഛനും അച്ഛൻ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളും സമൂഹത്തിന് മുതൽക്കൂട്ടായി ഹൈറേഞ്ചിന്റെ മണ്ണിൽ അനുദിനം മുന്നേറുന്നു. ആശംസകൾ. അടുത്തതായിട്ട് ഞാൻ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് റെവറൻഡ് ഫാദർ മാത്യു തെക്കേമുറിയിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ കോഴിക്കോട് അച്ഛനെ ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി ആശംസകൾ അറിയിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. Very Reverend Father Shaji Kochuparayil, the Provincial Superior of Emmaus Province. അതുപോലെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട സൈമൺ ചെറുമേലച്ചൻ, പരംപ്രസാദ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ അച്ഛൻ, ഏറെ സ്നേഹബഹുമാനപ്പെട്ട ഇമ്മാനുവൽ കിഴക്കേത്തലക്കൽ അച്ഛൻ, ശ്രീ ടോണി, ശ്രീ അഭിലാഷ്, ശ്രീ ജോയ്,
സദസ്സിൽ ആയിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, സ്റ്റുഡൻസ്, മാതാപിതാക്കളെ, സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികളെ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ബഹുമാനപ്പെട്ട എമ്മാനുവൽ അച്ഛന് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. സന്യാസ സമർപ്പണത്തിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുന്ന, സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട എമ്മാനുവൽ അച്ഛന് ഏറെ സ്നേഹത്തോടുകൂടി അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. അതോടൊപ്പം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സ്വരാജ് സ്കൂളിന് പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട റോണി അച്ഛന്, നെൽസൺ അച്ഛന്, സ്റ്റാഫിന്, സ്റ്റുഡൻസിന്, ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. എമ്മാനുവൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. ഏറെ പ്രത്യേകമായി ഈ അർത്ഥത്തെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ക്രിസ്തുമസ് സമാഗതമാവുകയാണ്. ദൈവം നമ്മോടുകൂടെ വസിക്കുന്നതിന് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മ. എമ്മാനുവൽ അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേരിന് മറ്റൊരർത്ഥം കൂടി കൽപ്പിച്ച് നൽകാമെന്ന് വിചാരിക്കുന്നു. എമ്മാനുവൽ, നാം ദൈവത്തോടു കൂടെ. ദൈവം നമ്മോടുകൂടെയും നാം ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ മാത്രമേ സന്യാസ സമർപ്പണത്തിൻ്റെ 5 പതിറ്റാണ്ടുകളൊക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. പ്രിയപ്പെട്ട എമ്മാനുവൽ അച്ഛനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിന്, ഈ നാടിന്, ദിവ്യകാരുണ്യ മിഷണറി സഭയ്ക്ക്, തിരുസഭയ്ക്ക് അങ്ങ് നൽകിയ സേവനങ്ങളെ സ്നേഹപൂർവ്വം ഞങ്ങൾ ആദരിക്കുകയും സ്നേഹപൂർവ്വം ഓർക്കുകയും ചെയ്യുന്നു. നന്ദി പറയുന്നു. ഈ നാടിൻ്റെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച വ്യക്തിയാണ് എമ്മാനുവൽ അച്ഛനെന്ന് നമുക്കറിയാം. രാഷ്ട്രബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, നീതിബോധമുള്ള, ധാർമ്മിക ബോധമുള്ള തലമുറയെ വാർത്തെടുക്കാൻ, ശക്തമായ ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഭാവന ഇതുപോലെയുള്ള മേഖലകളാണ്. വിദ്യാഭ്യാസ, ആതുര സേവന രംഗങ്ങളിലൊക്കെ അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരിടമാണ് സ്വരാജ്. ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട എമ്മാനുവൽ അച്ഛൻ. ജൂബിലി വർഷം ഒരേ സമയം പിന്നോട്ടും മുന്നോട്ടും നോക്കാനുള്ള ഒരവസരമാണ്. ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ബഹുമാനപ്പെട്ട എമ്മാനുവൽ അച്ഛനിലൂടെ ഈ ദേശത്ത് പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് ഓർക്കുവാനും നന്ദി പറയുവാനുള്ള സമയവും, അതുപോലെ മുന്നോട്ടുള്ള കർമ്മവഴികളെ പ്രതീക്ഷയോടുകൂടി നോക്കുവാനും കൂടുതൽ കരുത്തോടുകൂടി സേവനം ഇനിയും അനുഷ്ഠിക്കുവാനുമുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കുവാനുമുള്ള ഒരവസരം കൂടിയാണ്. ഒരിക്കൽ കൂടി എമ്മാനുവൽ അച്ഛന് പ്രാർത്ഥനകൾ നേരുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സന്യാസ ജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ പൂർത്തിയാകുന്ന നമ്മുടെ ആദരണീയനും ബഹുമാന്യനുമായ എമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ അച്ഛൻ, ഏറെ ആദരണീയരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠന്മാർ, സന്യാസിനി സമൂഹത്തിൽ, അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു വേദിയിലാണ് നാം എല്ലാവരും നിൽക്കുന്നത്. 3 ചടങ്ങുകൾക്ക് ഒരു വേദി സാക്ഷ്യം വഹിക്കുക.
ഇമ്മാനുവൽ അച്ഛൻ്റെ സന്യാസിന ജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാടിന് അഭിമാനകരമായി മാറി നിൽക്കുന്ന നമ്മുടെ ഈ കുടിയേറ്റ കർഷകൻ്റെയും തോട്ടം തൊഴിലാളികളുടെയും ഒക്കെ ഈ മണ്ണിൽ അഭിമാനകരമായ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സയൻ പബ്ലിക് സ്കൂളിൻ്റെ രജത ജൂബിലി മംഗളങ്ങളും നേരാൻ വേണ്ടി ഈ അവസരം ആദ്യം തന്നെ വിനിയോഗിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ നമ്മുടെ അച്ഛനെയും നമ്മുടെ സ്റ്റാഫിനെയും ഒക്കെ കാണുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നപ്പോൾ ഈ ചടങ്ങിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഞാനന്ന് അച്ഛനോട് ചോദിച്ചു എന്താ ചടങ്ങൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് സൂചിപ്പിച്ചു അച്ഛൻ്റെ ജൂബിലി വരുന്നുണ്ട്, സ്കൂളിൻ്റെ ജൂബിലി ഉണ്ട്, ഇത്തരത്തിലുള്ള ഒരു നിമിഷങ്ങളൊക്കെ വരിക. അപ്പം ഞാൻ അന്ന് അച്ഛനോട് സൂചിപ്പിച്ചു ദൈവം അനുഗ്രഹിച്ചാൽ ഈ വേദിയിൽ വരാൻ വേണ്ടി. അപ്പം അച്ഛൻ എന്നോട് തിരിച്ചു പറഞ്ഞു നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, നീ ജില്ലാ പഞ്ചായത്ത് അംഗമായി തന്നെ ഈ വേദിയിൽ വരുമെന്ന്. അച്ഛൻ്റെ ആ വാക്കുകൾ ഇന്ന് ഞാൻ ഇവിടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇവിടെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ സ്കൂളിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇതൊരു ക്രൈസ്തവ ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ആയി നിലനിൽക്കുമ്പോഴും നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു സ്കൂളിൻ്റെ മനോഹരമായ ഒരു ഷെൽഫിൽ അവിടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് എഴുതി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു അലമാരയിൽ ഒരു എല്ലാ മനോഹരമായ കുറച്ച് പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവിടെയുണ്ട്. അവിടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ വിശുദ്ധ ബൈബിളുണ്ട്. സ്വന്തം അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ കാണണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന വിശുദ്ധ ബൈബിളുണ്ട്. അവിടെ പരിശുദ്ധ ഖുർആനുണ്ട്. ഖുർആൻ എന്താ നമ്മളോട് പഠിപ്പിക്കുന്നു? നമ്മുടെ അയൽപക്കത്തെ ഒരാൾ പട്ടിണിയായിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതുപോലും തെറ്റാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനുണ്ട്. അവിടെ ഹൈന്ദവ മതവിശ്വാസങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള മഹാഭാരതവും രാമായണവും ഒക്കെ ഉണ്ട്. ഹൈന്ദവ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. അതായത് ലോകത്തിലെ എല്ലാ ചരാചരങ്ങളും സുഖമായി ഇരിക്കട്ടെ എന്ന് എല്ലാവരെയും ഒരുപോലെ ഒന്നിച്ച് കാണാൻ കഴിയുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മളെ ഈ 3 വിശുദ്ധ ഗ്രന്ഥങ്ങളും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന അല്ലെങ്കിൽ തകർക്കപ്പെടുവാൻ വേണ്ടി പല കോണുകളിൽ നിന്നും ശ്രമം നടത്തുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പരിപാവനമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും അവിടെ അലമാരയിൽ പ്രിയപ്പെട്ട കിഴക്കേത്തലയ്ക്ക് അച്ഛൻ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിനാകെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി സയൻ പബ്ലിക് സ്കൂളിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനധ്യാപകർക്കും ഉൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ സ്ഥാപനത്തെ ചേർത്ത് പിടിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് വേളയിലും അതിനുശേഷവുമൊക്കെ ഈ സ്ഥാപനവും ഈ നാട്ടിലെ ജനങ്ങളും നൽകുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിയുടെ വാക്കുകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാന്യരും പ്രമുഖരും ആയ വന്യവൈദികരെ, വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കൂട്ടുകാരെ, ഡ്രീം ബിഗ്, വർക്ക് ഹാർഡ്, ദ സക്സസ് വിൽ ഫോളോ യു. ഇമ്മാനുവൽ അച്ഛൻ 2000 കണ്ട ഒരു സ്വപ്നം ആദ്യമേ പറഞ്ഞതുപോലെ 2 കുന്നുകളായിരുന്നില്ലേ. ഒരു കുന്നിൽ ഒരു ദേവാലയവും മറ്റൊരു കുന്നിൽ ഒരു കലാലയവും അച്ഛൻ പണിതെടുക്കുകയായിരുന്നു. അച്ഛൻ്റെ ആ വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൽ മുൻപിൽ വലിയ നിർവൃതിയോടുകൂടി നിൽക്കുമ്പോൾ അച്ഛൻ്റെ വ്രതസമർപ്പണത്തിൻ്റെ സുവർണ ജൂബിലിയും സയൻ പബ്ലിക് സ്കൂളിൻ്റെ രജത ജൂബിലിയും ഇന്ന് ആനുവൽ ഡേയും ഒക്കെ ഒന്നിച്ചു വരുമ്പോൾ ഇരട്ടി മധുരമായിട്ട് തീരുകയാണ്. എല്ലാ ആശംസകൾ, പ്രാർത്ഥനകൾ ഇവിടെയുള്ള എല്ലാവർക്കും. I extend words of appreciation and congratulations to you, dear Father Emmanuel, for your able leadership. Father Ronnie, the principal, for your dedication and your guidance. Dear teachers,
for you make toiling the day and night to make this institution the best. And my dear parents, for your collaboration and support, and my dear students, you make the best possible from this institution. Wishing you all the success, my prayers. ഒപ്പം പരംപ്രസാദ് പ്രൊവിൻസിൽ നിന്നുള്ള എല്ലാ ആശംസകളും പ്രത്യേകമായിട്ട് അച്ഛന് നേരുന്നു. വിശിഷ്ട വ്യക്തികളെ, ജൂബിലി ആഘോഷിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛ, ഇന്ന് വളരെ ഒരു സന്തോഷകരമായ നിമിഷമാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ സയൺ പബ്ലിക് സ്കൂളിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് MCBS കോൺഗ്രിഗേഷനും അതുപോലെ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കും ഈ ഹൈറേഞ്ച് മേഖലയ്ക്കും ഒരു അഭിമാനം ആകുവാൻ ഞങ്ങളുടെ കുടുംബയോഗത്തിലെ ഒരു അംഗത്തിന് സാധിച്ചതിൽ ഞങ്ങൾ തീർത്തും അഭിമാനത്തോടുകൂടിയാണ്, സന്തോഷത്തോടെയാണ് ആ ദിവസത്തെ കാണുന്നത്. അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അച്ഛൻ്റെ ആ പ്രവർത്തനങ്ങളെ ആ 9 വർഷത്തേക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവം തന്നിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ അത് തന്നിലാവും വിധം പ്രവർത്തിച്ചുകൊണ്ട് ഒരു ദേശത്തിനും ഒരു നാടിനും ഒരു വിളക്കായി തീരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കുടുംബയോഗത്തിനെ സംബന്ധിച്ചിടത്തോളം കുടുംബയോഗത്തിന് എന്തെങ്കിലും ഒരാവശ്യം വരികയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു മാന്ദ്യം സംഭവിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് നമ്മളെ ധൈര്യപൂർവ്വം നയിക്കുന്ന എമ്മാലുവച്ചന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങളുടെ ഒരു സ്നേഹ ഉപകാരം അദ്ദേഹത്തിന് നൽകുവാൻ ഞങ്ങളുടെ സ്ഥാപക സെക്രട്ടറി ജോർജ് ഊട്ടിയെയും ഇപ്പോഴത്തെ സെക്രട്ടറി കുഞ്ഞച്ചനെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മുഹൂർത്തത്തിനായി നമ്മുടെ ആദരണീയനായ ജൂബിലേറിയൻ റെവറൻഡ് ഡോക്ടർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തറക്കരെയും മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഞാൻ ഏറെ സന്തോഷത്തോടുകൂടി ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇങ്ങോട്ട് 25 വർഷം ഏതാണ്ട് 10,000-ഓളം വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നുകൊണ്ട് ഓരോ വർഷവും കഴിഞ്ഞ 25 വർഷവും പുറത്തേക്ക് പോയി നമ്മുടെ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ജോലി നേടി പോയിട്ടുണ്ട്. എല്ലാവരും ഉന്നതമായ ജീവിത നിലവാരം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെയും പിന്തുണയായിട്ട് നിന്നിട്ടുള്ളത് അച്ഛൻ്റെ പ്രവർത്തനവും പ്രാർത്ഥനയുമാണ്, സംശയമുള്ള കാര്യമല്ല. ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും നമ്പർ 1 സയൺ പബ്ലിക് സ്കൂൾ മാറിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ അച്ഛൻ്റെ വിയർപ്പിൻ്റെ റിസൾട്ടാണ് എന്ന് പറയാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ CBSE സ്കൂളുകളിലെ 2ാമത്തെ NCC യൂണിറ്റ് ഇവിടെയുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചു, NCCക്ക് എന്താ വെള്ള യൂണിഫോം എന്ന്.
NCC നേവൽ ബേസ്ഡ് NCC ഉള്ള CBSE സ്കൂളുകളിലേക്ക് കേരളത്തിലെ രണ്ടാമത്തെ സ്കൂൾ അസൈൻ. നമുക്ക് അഭിമാനിക്കാം. ഇവിടെ ഞാൻ ഈ NCCയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരാളുടെ പേര് പറയാതെ പോകുന്നത് ശരിയല്ല. സജി സാറ് ഈ പറഞ്ഞ ഊണും ഉറക്കവും ഇല്ലാതെ ഓടി നടന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം PTA-യും അധ്യാപകരും അനധ്യാപകരും ഇവിടുത്തെ കുട്ടികളും എല്ലാം ഒത്തൊരുമിച്ച് നിന്നപ്പോഴാണ് ഇന്ന് ഈ മുഹൂർത്തത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ സാധിച്ചത്. ഇന്ന് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളിലായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ സയൻ പബ്ലിക് സ്കൂളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച MCVSലെ പ്രൊവിൻഷ്യൽസ് ഉണ്ട്, ഈ ഹൗസിൻ്റെ സുപ്പീരിയർമാരായിരുന്നവരുണ്ട്, പ്രിൻസിപ്പൽമാരായിരുന്നവരുണ്ട്, ആദ്യകാലത്തെ അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്. എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സ്നേഹമുള്ള എമ്മാനുവൽ അച്ഛനും അതോടൊപ്പം തന്നെ ഈ സയൻ കുടുംബത്തിലെ എല്ലാവർക്കും ജൂബിലിയുടെ ആശംസകളും പ്രാർത്ഥനകളും. വേദിയിലായിരിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട ജനറൽ അച്ഛ, പ്രൊവിൻഷ്യൽ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ മാതാപിതാക്കളെ, ടീച്ചേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ ദിവസം ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ അച്ഛൻ്റെ വ്രതവാഗ്ദാനത്തിൻ്റെ സുവർണ ജൂബിലിയും സയൻ പബ്ലിക് സ്കൂളിൻ്റെ സിൽവർ ജൂബിലിയും ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊത്ത് ആയിരിക്കുന്നതിലുള്ള എൻ്റെ സന്തോഷവും നന്ദിയും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കട്ടെ. 2004-05 വർഷങ്ങളിലാണ് ഞാൻ ഇവിടെ പ്രിൻസിപ്പലായിട്ട് സേവനം അനുഷ്ഠിച്ചത്. അന്ന് ഇവിടെ ഒരു പെരിയോൻ കവലയാണ് ഉണ്ടായിരുന്നത്. ആ പെരിയോൻ കവലയുടെ പേര് തന്നെ മാറി സയൻസ് സ്കൂൾ ജംഗ്ഷനായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛനാണ് എന്ന് നമുക്കറിയാം. അച്ഛൻ്റെ അർപ്പണബോധവും ഹാർഡ് വർക്കും ഈ സ്കൂളിനെ ഇത്ര ഉന്നത പദവിയിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷം. അന്നൊരു ചെറിയ വൃക്ഷത്തൈ ആയിരുന്നെങ്കിൽ ഇന്നത് പടർന്നു പന്തലിച്ച് വലിയൊരു വടവൃക്ഷമായി നിലകൊള്ളുകയാണ്. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ സഭാപിതാക്കന്മാർ പറയുന്നത് പോലെ പുരോഹിതൻ ആദ്യമേ തന്നെ ഒരു സംഭരണിയാകണം, പിന്നെ നീർച്ചാലായിട്ട് ഒഴുകണം. അച്ഛൻ ഒരു സംഭരണിയായി നീർച്ചാലായി ഒഴുകിയതിൻ്റെ ബാഹ്യമായിട്ടുള്ള പ്രകടനമാണ് നമ്മൾ ഇന്ന് ഇത്രയും പേര് ഇവിടെ വന്നതിലൂടെയും സയൻ പബ്ലിക് സ്കൂൾ ഇവിടെ ഇത്രയും പ്രശസ്തിയോടുകൂടി തല ഉയർത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇമ്മാനുവൽ അച്ഛനാണ്. അച്ഛനോടൊപ്പം ഒരു വർഷം പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ നന്ദിയും സ്നേഹവും അത് പച്ചകെടാതെ ഇന്നും എൻ്റെ മനസ്സിൽ ഉണ്ട്. സ്നേഹമുള്ള അച്ഛ, ഈ സ്കൂള് ഇവിടെ പടുത്തുയർത്തിയപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ വിഷനും മിഷനും ഒക്കെ ഉണ്ടായിരുന്നു. അത് പല പ്രതീകങ്ങളിലൂടെ ഇവിടെ വ്യക്തമാണ്. ഈ സ്കൂളിൻ്റെ തന്നെ മോട്ടോ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇൻഫർമേഷൻ, ഫോർമേഷൻ, ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ഈ നാടിനെ വെറുതെ ഇൻഫർമേഷൻ മാത്രമല്ല കൊടുത്തത്, യഥാർത്ഥത്തിലുള്ള ഫോർമേഷനും അതുവഴിയായി നാടിൻ്റെ തന്നെ മാറ്റത്തിനുമുള്ള കാരണമായി ഈ സ്കൂളും ഇവിടുത്തെ ഇടവക ദേവാലയവും മാറി എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷം, അഭിമാനം. സ്നേഹം നിറഞ്ഞ ഇമ്മാനുവൽ അച്ഛൻ എവിടെ ചെന്നാലും അച്ഛൻ്റെതായ ഒരു കയ്യൊപ്പ് ചാർത്താറുണ്ട്. അത് തീർച്ചയായിട്ടും ഈ സ്വരാജിൽ മുഴുവനും അത് പ്രതിഫലിക്കുന്നുണ്ട്. ഇടവകയിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, അച്ഛൻ സംരംഭം കൊടുത്ത സയൻ കമ്മ്യൂണിക്കേഷൻസ്
അന്നിവിടെ നാടകവേദി ഉണ്ടായിരുന്നു, ബാൻഡ് മേളം ഉണ്ടായിരുന്നു, ചെണ്ടമേളം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാ തലത്തിൽ നിന്നും പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. നമുക്കറിയാം, ഈ സ്കൂളിൽ തന്നെ പാവപ്പെട്ടവരെ ഫ്രീ ആയിട്ട് അച്ഛൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അച്ഛൻ ചെയ്ത കാര്യങ്ങൾ ഇനിയും നമ്മൾ ലിസ്റ്റ് എടുത്താൽ നീട്ടി പറയാവുന്നതേ ഉള്ളൂ. സ്നേഹമുള്ള എമ്മാനുവൽ അച്ഛ, പ്രിൻസിപ്പൽ അച്ഛ, ടീച്ചേഴ്സ്, നിങ്ങളോടുള്ള എൻ്റെ നന്ദിയും ആദരവും ഞാൻ ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു. ഇനിയും ഈ സ്കൂള് ഇതിൻ്റെ മുകളിലൊരു പ്ലെയിൻ പറന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. കൂടുതൽ നന്മകൾ ഈ സ്കൂൾ വഴിയായിട്ടും ഇടവക വഴിയായിട്ടും എമ്മാനുവൽ അച്ഛൻ്റെ നേതൃത്വം വഴിയായിട്ടും കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. സദസ്സിലുമുള്ള അഭിവന്യ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, വിദ്യാഭ്യാസം എല്ലായ്പ്പോഴും ക്രൈസ്തവ ഉപവിയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളെ പ്രകടമാക്കുന്ന ഒന്നാണ്. അപ്പോൾ ജനത്തെ വിദ്യാസ്ഥാപനങ്ങളിടയിൽ വിദ്യാലയത്തിന് പ്രത്യേക സ്ഥാനമാണുള്ളത്. വിദ്യാലയങ്ങൾ അവയുടെ ലക്ഷ്യമനുസരിച്ച് തന്നെ വിദ്യാർത്ഥികളുടെ ബുദ്ധിപരമായ കഴിവുകളെ സശ്രദ്ധം പരിപോഷിപ്പിക്കുന്നു, വിവേചന ശക്തി വർദ്ധിപ്പിക്കുന്നു, മുൻതലമുറകളിലൂടെ രൂപം പ്രാപിച്ച സാംസ്കാരിക പാരമ്പര്യത്തിൽ ആഭിമുഖ്യം നൽകുന്നു, മൂല്യബോധം കൈവളർത്തുന്നു, വിദ്യാർത്ഥികളെ തൊഴിൽപരമായ ജീവിതത്തിന് ഒരുക്കുന്നു. വിവിധങ്ങളായ ജീവിത പശ്ചാത്തലങ്ങളോടും വാസനകളോടും കൂടി ഈ വിദ്യാർത്ഥികളിൽ സുഹൃത്ത് ബന്ധം പുലർത്തി അവരിൽ പരസ്പര ധാരണയുടെ ചൈതന്യം വളർത്തുകയും ചെയ്യുന്നു. തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഈ സയൻസ് സ്കൂളും അതോടൊപ്പം തന്നെ എമ്മാനുവൽ അച്ഛനും ചെയ്ത ഏറ്റവും നന്മ നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ അനുസ്മരിക്കുക. ആ സ്കൂളിനും ജൂബിലിയുടെ മംഗളം നേർന്നുകൊണ്ട് എല്ലാവരുടെയും പേരിൽ അച്ഛനെയും സയൻസ് സ്കൂളിനെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശിഷ്ട വ്യക്തികളെ, ഈ സുദിനത്തിൽ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമുക്കേവർക്കും അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്ന് സയൻസ് പബ്ലിക് സ്കൂളിൻ്റെ 25ാം വാർഷികം. ഈ വിദ്യാലയം അതിൻ്റെ യാത്ര ആരംഭിച്ചിട്ട് 4 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവും വിദ്യാഭ്യാസവും നൽകി അവരെ സമൂഹത്തിൻ്റെ മികച്ച പൗരന്മാരാക്കി മാറ്റിയതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്. ഈ വിദ്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും ഇന്ന് വിവിധ മേഖലകളിൽ തിളങ്ങുന്നു. അവരുടെ വിജയഗാഥകൾ ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയുടെ മഹത്വത്തിൻ്റെ തെളിവാണ്. ഈ രജത ജൂബിലി ആഘോഷം കഴിഞ്ഞ 25 വർഷത്തെ നമ്മുടെ യാത്ര ഓർമ്മിക്കാനും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനും ഒരു അവസരമാണ്. ഈ നാടിൻ്റെ യശസ്സുയർത്തുവാൻ നിലകൊള്ളുന്ന നമ്മുടെ സ്കൂളിൻ്റെ സ്ഥാപകർ ഡയറക്ടറുമായ പ്രിയ ഫാദർ ഡോക്ടർ ഇമ്മാനുവൽ അച്ഛൻ്റെ സന്യാസമരത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷം ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് വളരെ പ്രത്യേകതയാണ്. അച്ഛൻ്റെ സ്നേഹവും സേവനവും നമ്മുടെ സ്കൂളിന് സമൂഹത്തിൽ വലിയ ഉദാഹരണമാണ്. അച്ഛനോട് ഞങ്ങൾ എല്ലാവരും ഹൃദയം നന്ദി ആശംസകളും അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്കൂളിനൊരു ഗൗരവം കൂടെ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ റോണി അച്ഛന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടിയെ സുന്ദരമാക്കുന്ന എല്ലാവർക്കും സന്തോഷവും ആശംസകളും നേരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി. സന്ദേശം ദിവ്യകാരുണ്യാത്മ ശ്രേഷ്ഠതയുടെ അനുഗ്രഹീത വർഷങ്ങൾ. അതിൻ്റെ ആ ഹെഡിങ്ങോടുകൂടി അല്ലെങ്കിൽ കലണ്ടർ എല്ലാവർക്കും അടുത്ത 2026 കലണ്ടർ ആ സന്ദേശത്തോടു കൂടി എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്തത് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളെല്ലാവരും പോകുമ്പോൾ ആ കലണ്ടർ കൂടി കൊണ്ടുപോകണം.
ഇവിടെ ഇരിക്കുന്ന ആരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്താനല്ല, ആരോടും പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നന്ദി പ്രകടനമായിരുന്നു റോണിയച്ചൻ്റെ സ്വാഗതം. പിന്നീട് പറഞ്ഞ എല്ലാ അവസരങ്ങളും എല്ലാവരുടെയും പേര് പറഞ്ഞ് എല്ലാവരെയും അഡ്രസ്സ് ചെയ്തു. ഞാൻ ആകെ അങ്ങ് ത്രില്ലടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഇതിൽ ത്രില്ലെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടുകാരുമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, ചായനും അമ്മച്ചിയുടെ ഒക്കെ കാലശേഷം സഹോദരങ്ങൾ, അവരുടെ കുടുംബവും അവരുടെ ബന്ധങ്ങളൊക്കെ ചേരുമ്പോൾ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നേരത്തെയൊക്കെ കാഞ്ചാറ്റിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലോ എങ്ങനെയെങ്കിലും ഞാൻ എത്തുമായിരുന്നു. നാട്ടിൽ നിന്നുമൊക്കെ അകന്ന് നമ്മൾ പിന്നെ അങ്ങനെ ചേർന്ന് നിൽക്കുന്നത് സഭയിലാണ്. സഭയുടെ ആസ്ഥാനമായ കൊല്ലാട്ടാണ് അങ്ങേയറ്റത്തെ പറമ്പിൻ്റെ അതിർത്തിയിലെ ഒരു സ്ഥലമുണ്ട്. അവിടെ വീണ്ടും എല്ലാവരോട് കണ്ടുമുട്ടുന്ന സ്ഥലം ആശുപത്രിയാണല്ലോ. അപ്പോൾ അങ്ങോട്ടൊക്കെ അടുക്കുമ്പോഴേക്കും ഈ സഭാംഗങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ വരാൻ, അത് അകലെ നിന്നും അടുത്തു നിന്നൊക്കെ കോഴിക്കോട് പ്രൊവിൻസിൽ നിന്നും എറണാകുളം പ്രൊവിൻസിൽ നിന്നും ജീവിക്കും. ആരൊക്കെ എറണാകുളത്തു നിന്നും കോട്ടയത്തെ ഞങ്ങളുടെ എമ്മാവസ് പ്രൊവിൻസിൽ നിന്നുമൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് എല്ലാവരും ഇവിടെ എത്തുന്നു. എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കാണാനായിട്ട് ഒന്നിച്ചുള്ള ഒരു സംഗമ വേദിയായി ഈ സ്വരാജിനെ തീർക്കാൻ കഴിഞ്ഞു എന്നത് അതിന് ഏറ്റവും വലിയ സന്തോഷമോ സംതൃപ്തിയോ അതിന് വലിയൊരു ആനന്ദമാണ്. ഇതിനൊക്കെ അത്രയും അകലെ നിന്ന് വന്ന് അത് നമ്മളങ്ങനെ പേഴ്സണൽ ബന്ധമാണ്. അതിനപ്പുറത്തേക്ക് ഒരു സഭാത്മകതയുടെ ബന്ധമാണ്. പ്രകടനത്തിനൊക്കെ ആയിട്ട് പിന്നെ കബഡി കളിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം ജനറലായി വെച്ചുവെച്ച് ഞങ്ങളൊന്നിച്ച് മിഷൻ ടൂറ് നടത്തിയിരിക്കുന്നു. സൈമൻ ഇവിടെ കുറച്ച് നാൾ സൈമനത്തിനോട് ഉണ്ടായിരുന്നു. സൈമൻ പെങ്ങളുടെ മകൻ ഇവിടുത്തെ നമ്മുടെ അന്തേവാസിയായിരുന്നതുകൊണ്ടും ഞങ്ങൾ അങ്ങനെ ആ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്തൊരു ബന്ധം ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ ഇരിക്കുന്നതിനിപ്പോൾ മറ്റൊരു കുടുംബത്തിൻ്റെ കാര്യം പറയണ്ട. ഈ തുറക്കൊന്നും നമ്മളൊന്നാമത് MCBS സ്കൂളൊന്നും നടത്തിയൊരു പാരമ്പര്യമൊന്നുമില്ല. എങ്ങനെ സ്കൂൾ നടത്തേണ്ടെന്നോ എന്താ ചെയ്യേണ്ടെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഒന്നും അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു സാരഥിയായിട്ട് ഇരുന്ന് അടിസ്ഥാനം ഇട്ട് തന്നിട്ട് ആണ് അച്ഛൻ പഠിക്കാനായിട്ട് പോയത്. അപ്പോൾ മറ്റൊരു പ്രൊഫഷൻ ഇവിടെ വന്ന പ്രൊഫഷണൽ അച്ഛന്മാരും മറ്റച്ഛന്മാരും ഇവിടെ പല രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ട് വന്നു. അതുകൊണ്ട് ഇത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതും ഞാൻ അനുഭവിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. ദൈവം നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു. ആരൊക്കെ എതിർത്താലും എങ്ങനെയൊക്കെ തടയാൻ ശ്രമിച്ചാലും ദൈവം നിൻ്റെ പക്ഷത്താണെങ്കിൽ ആര് നിനക്കെതിരെ നിൽക്കും? എന്നെ ഇത് നയിച്ചിട്ടുള്ളത് ഈ ഒരു വചനമാണ്. ദൈവത്തിൻ്റെ പക്ഷത്താണ് ഞാനെന്നും ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്ന് ഉറപ്പിക്കാനായിട്ടും കഴിയുന്നിടത്തോളം ഒരു സാർത്ഥനയുമില്ലാതെ അങ്ങനെ പറയാൻ കഴിയുന്ന, അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്ന നിമിഷങ്ങളുണ്ടെങ്കിൽ എൻ്റെ ദീപികാരുണ്യ സഭയിലേക്കുള്ള സമർപ്പണത്തിൻ്റെ ശ്രേഷ്ഠത ഞാൻ കണ്ടത് അവിടെയാണ്. ഈ ശ്രേഷ്ഠതയുടെ അനുഗ്രഹിക്കപ്പെട്ട വർഷങ്ങളാണ് 25 വർഷം ഞാൻ ഇവിടെ ചിലവാക്കിയത്. 50 വർഷങ്ങൾ എൻ്റെ സന്യാസ ജീവിതത്തിൽ ഞാൻ ജീവിച്ചതും അനുഭവിച്ചതും ദീപികാരുണ്യത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ഞാൻ ധ്യാനിച്ചതും ഞാൻ പഠിച്ചതും ഞാൻ സ്വാംശീകരിച്ചതുമായ ദീപികാരുണ്യ ചൈതന്യത്തെ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ലോകത്തിന് കൊടുക്കാൻ ഞാൻ ഏതെങ്കിലും പഠിച്ചിട്ട് വന്നിട്ട് സെമിനാരിയിലായിരുന്നെങ്കിലോ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അഡ്മിനിസ്ട്രേഷനിലോ ആയിരുന്നെങ്കിൽ എന്നതിനേക്കാൾ വളരെയധികം ആളുകളിലേക്ക് എനിക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞ ദീപികാരുണ്യത്തെ എത്തിക്കാൻ കഴിഞ്ഞത് ഈ ഒരു പ്രതലത്തിലാണ്. ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. ഇതെങ്ങനെയായിരിക്കണമെന്ന് സൈമണത്തിൽ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോഴെങ്കിലും ഒരു ഒറ്റയാൾ പൊരുതനായിട്ട് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ ഇവിടെ നിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വളരെ വലുതായിരുന്ന കാലഘട്ടത്തെ നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും.
എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടെ നിന്ന് കെട്ടിച്ച് അടങ്ങുള്ളൂ എന്ന് വിചാരിച്ച് ഈ ഭാരത സർക്കാരിൻ്റെ അങ്ങേ മുകളിൽ മുതൽ ലോക്കൽ പഞ്ചായത്തിൽ വരെയും പരാതികളുമായൊക്കെ നീങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്ങനെ ഈ നാട് ഇവിടെ എന്തെങ്കിലും നന്മകളുണ്ടാകുന്നത് തടയാൻ കഴിയുമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചവരുടെയൊക്കെ ഇടയിലും അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നത് ദൈവം നൽകിയ ശക്തിയാണ്. ദൈവം കൂടെയുള്ളത് കൊണ്ട് അവിടെ മുമ്പോട്ട് നയിച്ചത് കൊണ്ട് സാധിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഞാൻ കണ്ട ദൈവം നിങ്ങൾ ഓരോരുത്തരിലുമാണ്. നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹമസന്നമായ ഒരു സാന്നിധ്യമുണ്ട്. നിങ്ങൾ എന്നോട് കൂടെ നിന്നതിൻ്റെ ഒരു തലോടൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നും നിങ്ങളൊക്കെ എന്നോട് കൂടെയുണ്ട് എന്ന് ഈ സാന്നിധ്യത്തിലൂടെ എല്ലാവരും അറിയിക്കുകയാണ്. അത് മാത്രം മതി. എത്രമാത്രം നന്ദി പറഞ്ഞാലും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ജീവിതം അവസാനിപ്പിക്കാൻ കഴിയാത്തവണ്ണം നന്ദിയുടേതാണ് ജീവിതം. ദിവ്യകാരുണ്യ ആത്മ ഒരു ചൈതന്യത്തിൻ്റെ ശ്രേഷ്ഠതയുടെ അനുഗ്രഹീതമായ വർഷങ്ങളെ ഓർത്ത് ഈ നന്ദി പറയലിനെ എത്രമാത്രം മനോഹരമാക്കി തീർത്ത പ്രിയപ്പെട്ട തെക്കേമലയച്ചനെയും കൊച്ചുമലയച്ചനെയും എറണാകുളച്ചൻ പായിക്കാട്ടച്ചനെയും സായ്മനച്ചനെയും ഇപ്പോൾ വേദിയിലുള്ള നമ്മുടെ അഭിലാഷിനെയും പിറ്റിയെ ചുമരെല്ലാവരെയും ഓർത്തുകൊണ്ട് താഴെ ഇരിക്കുന്നവരുണ്ട്. വയ്യാഞ്ഞിട്ട് പോലും വളവരളച്ചൻ വന്നു. നിങ്ങളുടെ അമ്മ വീട്ടിലെ ബന്ധുവാണ്. പേരങ്കണ്ടപ്പള്ളിയുടെ വികാരിച്ചനാണ്. വീണിട്ട് വല്ലതും പറ്റിയോ? കുഴപ്പമില്ലല്ലോ. ഞാൻ ആ സ്റ്റെപ്പ് കാണാതെ അവിടെ വന്ന് തട്ടി വീഴുകയും ചെയ്തു. ഞാനാകെ വിഷമിച്ചു പോയി, എന്താ സംഭവിച്ചെന്ന് ഓർത്ത്. എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ആരുടെയും പേരെടുത്ത് ഒരു നന്ദിയും പ്രത്യേകം പറയുന്നില്ല. ഒത്തിരി 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 നന്ദി എല്ലാവരോടും. താങ്ക് യു. നന്ദി പറഞ്ഞ് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട അറക്കൽ പിതാവ് മുതൽ ജനതാളച്ചൻ, പ്രൊവിൻഷ്യലച്ചന്മാർ, എല്ലാവർക്കും വേദിയിൽ ഇന്ന് സന്നിഹിതരായിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് സഹകരിച്ച എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. ഭക്ഷണം ആസ്വദിച്ച് എല്ലാവർക്കും പിരിയാം.